നമ്മുടെ ഈ ചടങ്ങിലെ അഭിവന്ദനായ സയ്യിദ് KKS തങ്ങളവർകളെ, അഭിവന്ദനായ OT മൂസ മുസ്ലിയാർ, സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ മുഷാവറാംഗം ബഹുമാനപ്പെട്ട ഇപ്പ മുസ്ലിയാർ, മുച്ചിക്കോയ തങ്ങൾ, റഹ്മത്തുള്ളാഹി കാസിമി, AK ആലിപ്പറമ്പ്, നമ്മുടെ ബഹുമാനപ്പെട്ട അസം മുസ്ലിയാർ അധ്യക്ഷൻ കൊടക് അബ്ദുറഹ്മാൻ മുസ്ലിയാർ, ഈ ചടങ്ങ് സംഘടിപ്പിച്ച ജില്ലാ ജമിയത്തുൽ മുഅല്ലിമീന്റെ കർമ്മോത്സുകരായ പണ്ഡിത നേതാക്കൾ, പ്രവർത്തകർ, പ്രിയപ്പെട്ട മുഅല്ലിമീങ്ങൾ, റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ചുകൂടൽ ഒരു ഖൈറായ അമലായി നമ്മിൽ നിന്ന് കബൂലാക്കുമാറാവട്ടെ. ഇത് സംഘടിപ്പിച്ചവർക്കും ഒത്തുകൂടിയവർക്കും റബ്ബ് സുബ്ഹാനഹു വ തആല രണ്ട് വീട്ടിലും ഖൈർ പ്രദാനം ചെയ്യുമാറാവട്ടെ. ഞാൻ അതിദീർഘമായ ഒരു പ്രഭാഷണം ചെയ്യുന്നില്ല. കാരണം സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് സുന്നി മഹലിൽ അടിയന്തരമായി വിളിച്ചു ചേർത്തതുകൊണ്ടാണ് ഉസ്താദ് നേരത്തെ പോകുന്നത്. ആ യോഗത്തിൽ എനിക്കും പങ്കെടുക്കേണ്ടതുണ്ട്. അതിനുകൂടി സമയം കണ്ടുകൊണ്ട് ഏതാനും ചില കാര്യങ്ങൾ മരണമടഞ്ഞു പോയ, നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയ നമ്മുടെ അഭിവന്ദനായ സമസ്തയുടെ നെടുന്തൂണായിരുന്ന ശൈഖുന സൈനുൽ ഉലമയെക്കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കടമ നിർവഹിക്കുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല മഹാനവരുടെ ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. നമ്മുടെ ഉമ്മത്തിനെ നയിക്കാൻ നിലവിലുള്ള സമസ്തയുടെ നേതാക്കൾക്ക് അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അവരുടെ തണലിലായി ഇസ്ലാമിക ദഅ്വാ പ്രവർത്തനം ഭംഗിയായി നിർവഹിക്കാൻ നമുക്കൊക്കെ പടച്ച റബ്ബ് തൗഫീഖ് തരുമാറാവട്ടെ. നമുക്കറിയാവുന്നതുപോലെ കേരളീയ മുസ്ലിം ജനസാമാന്യത്തിന്റെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടാത്ത ഒരു പണ്ഡിത പാരമ്പര്യമുള്ള വ്യക്തിയായിരുന്നു ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദ്. ഒരു വലിയ പണ്ഡിത കുടുംബത്തിലെ കണ്ണിയായിരുന്നുവല്ലോ അദ്ദേഹം. കാദിയാരകത്ത് ചെറുശ്ശേരി കുടുംബം എന്ന് പറഞ്ഞാൽ വർഷങ്ങളായി പാണ്ഡിത്യത്തിന്റെ ഗരിമ നിലനിർത്തിയ മഹത്തുക്കളായ പണ്ഡിതന്മാരായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രപിതാമഹൻ അഥവാ അദ്ദേഹത്തിന്റെ പിതാവിന്റെ പിതൃവ്യൻ ചെറുശ്ശേരി അഹമ്മദ് കുട്ടി മുസ്ലിയാർ എന്ന് പറയുന്ന മഹാപണ്ഡിതൻ അക്കാലഘട്ടത്തിലെ അറിയപ്പെടുന്ന പ്രോജ്വല പണ്ഡിതനായിരുന്നു. ആമിനുമാന്റെ അകത്ത് പരീക്കുട്ടി മുസ്ലിയാർ എന്ന് പറയുന്ന സ്വാതന്ത്ര്യ സമര പോരാളി മുഹിമാത്തുൽ മുഅ്മിനീൻ എന്ന ഗ്രന്ഥം എഴുതിയപ്പോൾ ആ ഗ്രന്ഥത്തെ പരിശോധിച്ച് അതിന് അവതാരിക എഴുതാൻ അദ്ദേഹം തെരഞ്ഞെടുത്തത് ചെറുശ്ശേരി അഹമ്മദ് കുട്ടി മുസ്ലിയാരെയാണ്. നമ്മളൊക്കെ ഒരു പുസ്തകം എഴുതുമ്പോൾ അതിന്റെ അവതാരികയ്ക്ക് വേണ്ടി നമ്മൾ അവലംബിക്കാറുള്ളത് ആ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന പ്രഗത്ഭരും പ്രതിഭാസമ്പന്നരുമായ ആളുകളെ. ആ അർത്ഥത്തിൽ നമ്മൾ നോക്കുമ്പോൾ ബഹുമാനപ്പെട്ട ചെറുശ്ശേരി അഹമ്മദ് കുട്ടി മുസ്ലിയാരെ തന്റെ പുസ്തകത്തിന്റെ അവതാരിക എഴുതാൻ ആമിനുമാന്റെ അകത്ത് പരീക്കുട്ടി മുസ്ലിയാർ തെരഞ്ഞെടുത്തുവെങ്കിൽ അതിന്റെ പ്രത്യേകത അദ്ദേഹത്തിന് സമൂഹത്തിൽ അന്നുണ്ടായിരുന്ന ഒരു അംഗീകാരമാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പിതാവായിരുന്ന ചെറുശ്ശേരി മുഹമ്മദ് മുസ്ലിയാർ കണ്ണിയത്ത് ഉസ്താദിന്റെ സഹപാഠിയും അറിയപ്പെടുന്ന പണ്ഡിതനുമായിരുന്നു. കണ്ണിയത്ത് ഉസ്താദിന് അദ്ദേഹത്തിന്റെ പിതാവിനെ ശരിക്കും അറിയാമായിരുന്നത് കൊണ്ടാണ് ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദ് ജോലി ചെയ്യാൻ ആദ്യമായി വന്ന കോടങ്ങാട്ട് അവിചാരിതമായി കണ്ണിയത്ത് ഉസ്താദ് ജുമഅക്ക് പള്ളിക്ക് വരികയും ചെറുശ്ശേരി ഉസ്താദിന്റെ അവിടുത്തെ ഖുതുബ കേൾക്കുകയും ചെയ്യും. ആ ഖുതുബയും നിസ്കാരവും ഒക്കെ ശരിക്കും ശ്രദ്ധിച്ചതിന്റെ ശേഷം കണ്ണിയത്ത് ഉസ്താദ് പുറത്തിറങ്ങി ചോദിച്ചു അത്രേ, ഇതാരാ ഈ മുസ്ലിയാർ? അവർ പറഞ്ഞു, ചെറുശ്ശേരി മുഹമ്മദ് മുസ്ലിയാരുടെ മകൻ ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാരാണ്. അപ്പൊ കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞൊരു വാക്കുണ്ട് അത്രേ, മൂർഖന്റെ കുട്ടി മൂർഖൻ തന്നെയാണ് എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. അത് കണ്ണിയത്ത് ഉസ്താദ് അദ്ദേഹത്തിന് കൊടുത്ത ഏറ്റവും വലിയൊരു സർട്ടിഫിക്കറ്റാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ആ ചെറുശ്ശേരി കുടുംബത്തിലെ പ്രോജ്വലനായ ആ പണ്ഡിതന്റെ ജീവിത പ്രവർത്തനം പാണ്ഡിത്യത്തിന്റെ ഒരു തറവാട്ടിലൂടെ ജനിച്ചു വളർന്നുകൊണ്ട് പണ്ഡിത ലോകത്ത് അദ്ദേഹം മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയും. അതിലേറ്റവും ശ്രദ്ധേയമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ചില വിഷയങ്ങളിൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന അവഗാഹം എല്ലാവരാലും അംഗീകരിക്കപ്പെട്ടതാണ്. അദ്ദേഹം 7 കൊല്ലം തന്റെ പിതാവിന്റെ കൊണ്ടോട്ടിയിലെ ദർസിലോതി പഠിച്ച് പിന്നീട് ഇൽമു നുകരാൻ വേണ്ടി പോകുന്നത് മഞ്ചേരി ഓങ്ങൽ അബ്ദുറഹ്മാൻ മുസ്ലിയാരുടെ പ്രസിദ്ധമായ ദർസിലേക്കാണ്. ഓങ്ങൽ അബ്ദുറഹ്മാൻ മുസ്ലിയാരുടെ ദർസിലേക്ക് അദ്ദേഹം ചെന്നപ്പോ അദ്ദേഹം അവിടെ ഒരു പഠിതാവായി മുതഅല്ലിമായി പഠിക്കാൻ വേണ്ടി അഡ്മിഷന് വേണ്ടി ചെല്ലുന്ന സമയത്ത് ഉസ്താദ് ദർസിലില്ല. രണ്ടാം മുദരിസ് ബഹുമാനപ്പെട്ട ഓങ്ങൽ അബ്ദുറഹ്മാൻ മുസ്ലിയാരുടെ
സഹോദരനും അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ഖതീബും മാത്രമാണ് സ്ഥലത്തുണ്ടായിരുന്നത്. ഇവർ രണ്ടുപേരും സ്ഥലത്തുണ്ട്. അവർ അവിടെ ഏതോ ഒരു ഫത്വ ചോദിക്കാൻ വന്ന ഒരു നാട്ടുകാരുമായി സ്വത്തവകാശ തർക്കവുമായി ബന്ധപ്പെട്ട ഒരു മസല ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. ഉസ്താദില്ലാത്ത സമയത്ത് ഈ ഫത്വ ചോദിക്കാൻ വന്ന ആളുകൾക്ക് ആ വിഷയം കേട്ട് എന്ത് മറുപടി കൊടുക്കണം എന്ന് ചിന്തിച്ചുകൊണ്ട് അവർ ചർച്ചയിലാണ്. ഈ സമയത്താണ് അത്ര ചെറുശ്ശേരി ഉസ്താദ് ദർസിലേക്ക് കടന്നു ചെല്ലുന്നത് അഡ്മിഷന് വേണ്ടി. അന്നൊക്കെ ഒരു ദർസിൽ അഡ്മിഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലെയല്ല. ഒരാഴ്ചയോ രണ്ടാഴ്ചയോ കുട്ടികളെ ഇരുത്തി പഠിപ്പിക്കും. ഒരാഴ്ചയോ രണ്ടാഴ്ചയോ ഇരുത്തി പഠിപ്പിച്ചതിന് ശേഷം ഈ കുട്ടിക്ക് മുന്നോട്ട് പോകാനുള്ള കെൽപ്പുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ, ആ കെൽപ്പുണ്ട് എന്ന തോന്നൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ കുട്ടിക്ക് അഡ്മിഷൻ കൊടുക്കും, ഇല്ലെങ്കിൽ പറഞ്ഞുവിടും. ഇന്നിപ്പോ അങ്ങനെയല്ല. ഇന്ന് ആര് കിതാബ് ഓതാൻ തിരിഞ്ഞാലും കിതാബ് തിരിഞ്ഞാലും തിരിഞ്ഞില്ലെങ്കിലും പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും പള്ളിയിൽ കിടന്നുറങ്ങിയാലും കിതാബും അതുപോലെ തന്നെ കുറച്ച് സൗകര്യങ്ങളും ഉണ്ടായിക്കഴിഞ്ഞാൽ ഭക്ഷണവും കിട്ടും, വസ്ത്രവും കിട്ടും, കൈമടക്കും കിട്ടും. വേണമെങ്കിൽ ഞാൻ കുറ്റപ്പെടുത്തിക്കൊണ്ടോ ആക്ഷേപിച്ചുകൊണ്ടോ അല്ല പറയുന്നത്. നമ്മുടെയൊക്കെ ഒരു പൊതുസ്വഭാവം നമ്മൾ അങ്ങനെയാക്കി. ഒരു ബാപ്പാക്ക് 2 മക്കളുണ്ടെങ്കിൽ ഒരു കുട്ടി SLC പാസ്സായാൽ എന്തായാലും കോളേജിലേക്ക് പറഞ്ഞേക്കും, തോറ്റാ ദർസുക്കും പറഞ്ഞേക്കും. ഇത് നമ്മുടെ ഒരു പാരമ്പര്യമാണ്. അങ്ങനെയുള്ള കുട്ടികളെ പഠിപ്പിച്ച് അവരെ ഇരുത്തി അധ്വാനിപ്പിച്ച് വളർത്തിക്കൊണ്ടുവന്ന അവസ്ഥ നോക്ക് നിങ്ങൾ. എന്നാൽ മുമ്പ് അങ്ങനെയല്ല, ഇപ്പോഴും അങ്ങനെയല്ല. ഇപ്പൊ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നു. രണ്ടും പഠിപ്പിക്കുന്ന ദർസിലേക്ക് കുട്ടികളെ, നന്നായി ബുദ്ധിയുള്ള കുട്ടികളെ നമ്മൾ വിടുന്നുണ്ട്. പൂർവ്വകാലഘട്ടത്തിൽ നല്ല തന്റേടമുള്ള കുട്ടികളെയാണ് ദർസിലേക്ക് വിടുക. ഷെയ്ഖുന ശംസുലമ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് അദ്ദേഹത്തിന് നല്ല ദിശനാശക്തി ഉണ്ട് എന്ന് പിതാവിന് ബോധ്യപ്പെട്ടപ്പോൾ സ്കൂൾ നിർത്തിയിട്ട് നേരെ മദ്രസയിലേക്ക് അയച്ചു. ആ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. എന്ന പോലെ അന്ന് പള്ളി ദർസിൽ ഈ തരം ഒരു ഇന്റർവ്യൂ നിർവഹിക്കപ്പെടുന്ന കാലത്ത് ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദ്, ഓങ്ങൽ ഉസ്താദിന്റെ ദർസിൽ ചെന്നിട്ട് ഈ പറയുന്നതിന്റെ മസല ചർച്ച ചെയ്യുന്ന ആളുകളോട് അതിന്റെ യഥാർത്ഥ വശം കൃത്യമായി കിതാബിന്റെ പേജ് സഹിതം അദ്ദേഹം വിശദീകരിച്ചു കൊടുത്തു. അങ്ങനെ വിശദീകരിച്ചു കൊടുത്തപ്പോൾ അവർക്ക് ബോധ്യമായി ഈ കുട്ടി തരക്കേടില്ല. അഡ്മിഷൻ തേടി വന്ന ആ കുട്ടിയെക്കുറിച്ച് ഖതീബ് പറഞ്ഞു അത്രേ, ഇയാളെ എന്തായാലും വിടാൻ പാടില്ല, പോവാണ് എന്ന് പറഞ്ഞാലും പറഞ്ഞേക്കാൻ പാടില്ല, ഇരുത്തി പഠിപ്പിക്കണം. അങ്ങനെ ബഹുമാനപ്പെട്ട ഉസ്താദിന് അവിടെ അഡ്മിഷൻ കിട്ടി, അവിടെ പഠിച്ചു. അവിടെ പഠിച്ചതിന്റെ ശേഷം 2 കൊല്ലം അദ്ദേഹം ഓങ്ങൽ അബ്ദുറഹിമാൻ മുസ്ലിയാരുടെ പ്രസിദ്ധമായ ദർസിൽ ഓതി പഠിച്ച് നേരെ ചെന്ന് കോടങ്ങാട് പള്ളി ദർസിൽ ചാർജ് ചെയ്തു. കോടങ്ങാട് ദർസ് ഏറ്റതിന്റെ ശേഷം 1 വർഷം ലീവ് എടുത്തുകൊണ്ടാണ് മഹാനവറുകൾ പ്രസിദ്ധമായ ചാലിയത്തെ സൈനുദ്ദീൻ മുസ്ലിയാർ എന്ന് പറയുന്ന ഇന്ത്യൻകുട്ടി മുസ്ലിയാരുടെ ദർസിൽ പോയി റിസാലയും ചമീനയും ഒക്കെ ഓതി പഠിച്ചത് എന്ന് അദ്ദേഹത്തിന്റെ താരീഖിലുണ്ട്. ജോലി കിട്ടിയതിനു ശേഷം പിന്നെ ലീവ് എടുത്തുകൊണ്ട് പോയി ഓതി പഠിക്കുന്നു. അങ്ങനെ ഓതി പഠിച്ച് പ്രസിദ്ധനായി വീണ്ടും അദ്ദേഹം കോടങ്ങാട്ട് വന്ന് അവിടെ നിന്നും അദ്ദേഹം ദർസ് നടത്തി പിന്നീടാണ് ചെമ്മാട്ടേക്ക് പോകുന്നത്. ചെമ്മാട്ട് അദ്ദേഹം ദർസ് നടത്തുന്ന കാലത്ത് ഒരിക്കൽ ശംസുൽ ഉലമ തൊട്ടടുത്ത പ്രദേശത്ത് വന്ന് അദ്ദേഹം ശംസുലമയും ഒന്നിച്ചു. 2 പേരും ഒന്നിച്ചു നിൽക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട ബാപ്പുട്ടി ഹാജി അങ്ങോട്ട് കയറി ചെന്നപ്പോ ബഹുമാനപ്പെട്ട ബാപ്പുട്ടി ഹാജിയോട് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഷെയ്ഖുന ശംസുലമ പറഞ്ഞു അത്രേ, ഇപ്പോഴാണ് നിങ്ങളെ മഹല്ലിനൊത്ത മുദരിസിനെ നിങ്ങൾക്ക് കിട്ടിയത്. മഹല്ലിനൊത്ത മുദരിസ് നിങ്ങൾക്കായത് ഇപ്പോഴാണ്. അങ്ങനെയാണ് ചെറുശ്ശേരി ഉസ്താദിനെ കുറിച്ച് ബഹുമാനപ്പെട്ടവർ അനുസ്മരിച്ചത്. വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമായിട്ടാണ് അത് സൂചിപ്പിക്കപ്പെടുന്നത്. മാത്രമല്ല, ആ മഹാനുഭാവൻ ചെമ്മാട്ട് ദർസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം പുലർത്തിപ്പോകുന്ന ചില നിഷ്ഠകളെക്കുറിച്ച് ചെമ്മാട്ടുകാർ പറയുന്നു. ചെമ്മാട് ബാപ്പുട്ടി ഹാജിയുടെ മകൻ നമ്മുടെ സംഘടനാ പ്രവർത്തനായ ബാവ എന്നോട് പറഞ്ഞു, വളരെ വേദനയോടുകൂടിയാണ് ഷാഫി ഹാജി എന്നോട് ആ കാര്യം പറഞ്ഞത്. ഉസ്താദ് അവിടെ ജോലി ചെയ്യുന്ന ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ അവരറിയാതെ പോയ ഒരു കാര്യം, വർഷങ്ങളോളം എല്ലാ തിങ്കളാഴ്ചയും എല്ലാ വ്യാഴാഴ്ചയും ഉസ്താദിന് നോമ്പായിരിക്കും. ഈ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ ഉസ്താദിന് നോമ്പായിരിക്കുമ്പോൾ ഈ നോമ്പ് ഉസ്താദ് ആരെയും അറിയിക്കില്ല. വീട്ടുകാരെ അറിയിച്ചാൽ അവർക്കത് ബുദ്ധിമുട്ടാകുമെന്ന് മനസ്സിലാക്കി ബഹുമാനപ്പെട്ടവർ നോമ്പ് മറച്ചുവെച്ച് ഉച്ചയ്ക്ക് കൊണ്ടുവരുന്ന ഭക്ഷണം പാത്രത്തിൽ തന്നെ വെച്ച് ആ തണുത്ത ചോറ് മഗ്‌രിബ് ബാങ്ക് വിളിക്കുമ്പോൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നോമ്പ് തുറന്ന അദ്ദേഹത്തിന്റെ അനുഭവം വർഷങ്ങളോളം തുടർന്നു എന്നാണ് പറയുന്നത്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഒരു മനുഷ്യനൊരു മഹലിൽ ജോലി ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ജർശരിസ്ഥാനെ പോലത്തെ ഒരാള്, ആ മഹല്ലത്തിൽ അദ്ദേഹത്തിന് നോമ്പ് തുറക്കാൻ ആളുകൾ എന്തൊക്കെ കൊണ്ടുവന്നു കൊടുക്കും. പക്ഷെ ഞാനൊരു സുന്നത്ത് നോമ്പുകാരനാണെന്ന് ജനങ്ങളെ അറിയിക്കാതിരിക്കാൻ പരമാവധി ശ്രദ്ധിച്ചു. തണുത്ത ചോറ് ഭക്ഷിച്ചുകൊണ്ട് അദ്ദേഹം നോമ്പ് തുറന്നു. ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ നിങ്ങൾക്ക്? ജീവിതത്തിന്റെ ഒരു ലാളിത്യമാണ് നമ്മളവിടെ കാണുന്നത്. പാണ്ഡിത്യത്തിന്റെ ഗരിമ ഒരു മനുഷ്യന് ലഭ്യമാകുമ്പോൾ വിനയത്തോടു കൂടി അദ്ദേഹം താഴ്ന്നു വരികയാണ്. ആ വിനയം ശരിക്ക് ചെമ്മാട്ടുകാർ ശരിക്കും അനുഭവിച്ചു എന്നവർ പറയുന്നു.
മാത്രമല്ല അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു നോക്കിയാൽ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ഉലൂമുകൾ എത്രത്തോളം തനിക്ക് സ്വായത്തമാക്കാൻ കഴിയുന്നുവോ അത്രത്തോളം സ്വായത്തമാക്കാൻ അദ്ദേഹം കഠിനാധ്വാനം ചെയ്യുമായിരുന്നു. അതിനുവേണ്ടി അദ്ദേഹം ഏത് അപൂർവ കിതാബാണെങ്കിലും അത് തേടിപ്പിടിച്ച് മുത്താലയ ചെയ്യുമായിരുന്നു. അത് അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേക സവിശേഷ സ്വഭാവമായിരുന്നു. മാത്രമല്ല ചെമ്മാട്ട് അദ്ദേഹം ജോലി ചെയ്യുന്ന സമയത്ത് പ്രധാനപ്പെട്ട പണ്ഡിതന്മാരുടെ മുമ്പിലേക്ക് ആരെങ്കിലും ഒരു ഫത്വ ചോദിച്ചു ചെന്നാൽ ചെമ്മാട്ട് നിന്നാണ് എന്ന് പറഞ്ഞാൽ കണ്ണിയത്ത് ഉസ്താദ് പോലും പലതവണ പറഞ്ഞിട്ടുള്ളത്രേ, ചെമ്മാട്ട് നിന്ന് നിങ്ങൾ ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല, അവിടെ സൈനുദ്ദീൻ മുസ്ലിയാരുണ്ട്, ചോദിച്ചാൽ മതി. പ്രഗത്ഭരായ പണ്ഡിതന്മാരും അങ്ങനെയാണ് അത്ര പറഞ്ഞത്. ചെമ്മാട്ട് മഹലിൽ ഉണ്ടായ സംഭവം നമുക്കൊക്കെ വലിയൊരു പാഠമാണ്. ഇന്ന് മഹല്ല് ഭാരവാഹികൾക്കും അതുപോലെ തന്നെ പ്രിയപ്പെട്ട മുഅല്ലിമീങ്ങളും ഒക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാനത് സാന്ദർഭികമായി സൂചിപ്പിക്കുന്നു. ചെറുശിൽത്താനൊരു മഹത്വവും നമുക്കൊരു ഗുണപാഠവും അതിലുണ്ട്. ചെമ്മാട് മഹലിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഇരുന്ന് മാറി ചിന്തിച്ച ആളുകൾ മഹല്ല് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ വിവാദമുണ്ടാക്കി, ഞങ്ങൾ 75% അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രാതിനിധ്യം വേണം എന്ന് പറയും. ഞങ്ങൾക്ക് മഹല്ലത്തിൽ പ്രാതിനിധ്യം വേണം, അതുകൊണ്ടൊക്കെ ഞങ്ങളെയും എടുക്കണം. ഒരു കൂട്ടര് മാത്രം കമ്മിറ്റി ഭരിച്ചാൽ പോരാ, കൂട്ടിച്ചേർത്ത് കമ്മിറ്റി ഉണ്ടാക്കണം. ഇപ്പൊ എല്ലാ സ്ഥലത്തും നടക്കുന്ന ഗതിയാണ്. ആ വാദഗതി അവര് മുന്നോട്ട് വെച്ചപ്പോ ബഹുമാന്യനായ ബാക്കുട്ടി ഹാജി പറഞ്ഞു അത്രേ, രണ്ടു കൂട്ടരും ചേർന്ന് ഭരിക്കുന്ന ഒരു സംവിധാനം എന്തായാലും നല്ല നിലക്ക് പോകൂല, രണ്ടും രണ്ടാണ്. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, ഈ മഹലിൽ നിങ്ങൾ 75% ഉണ്ട് എന്നല്ല പറയുന്നത്, നമുക്കൊരു വോട്ടെടുപ്പ് നടത്തി നോക്കാം. 75% വേണ്ട, 50 ഉണ്ടെങ്കിൽ മഹലിൽ നിങ്ങൾ ഭരിച്ചോ, ഞങ്ങൾ വേറെ പള്ളി ഉണ്ടാക്കി പോയിക്കോളാം. 49% നിങ്ങളുള്ളൂ, എന്നാ നിങ്ങളൊരു കാര്യം ചെയ്യണം, ഈ പള്ളിയുടെ ഭരണത്തിൽ നിങ്ങൾ ഒരിക്കലും കൈകടത്തരുത്. നിങ്ങൾക്ക് നിസ്കരിക്കാനും സൗകര്യം ഒരുമിച്ചുകൂടി കൂട്ടിക്കലർത്തി കമ്മിറ്റി ഉണ്ടാക്കിയാൽ ഒരു കാര്യവും ഈ മഹലിൽ നടക്കൂല. ഒരു പുരോഗമന പ്രവർത്തനം നടത്താൻ കഴിയില്ല. ഒരു കൂട്ടനെ നടത്തുമ്പോൾ വിമർശിക്കാനേ ആളുണ്ടാവും. അതുകൊണ്ട് 51% നിങ്ങളുണ്ടെങ്കിൽ പള്ളി നിങ്ങൾക്ക്, 49% നിങ്ങളെങ്കിൽ പള്ളി ഞങ്ങൾക്ക്. ഇതിനപ്പുറം യാതൊരു തരത്തിലും ഒരു അഡ്ജസ്റ്റ്മെന്റ് ഇല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ വോട്ടർ ലിസ്റ്റ് തയ്യാറാക്കി മധ്യസ്ഥന്മാർ മുഖേന ഈ വിഷയത്തിൽ വോട്ടെടുപ്പ് നടത്താൻ തീരുമാനിച്ചു. അങ്ങനെ വോട്ടെടുപ്പ് നടത്താൻ തീരുമാനിച്ച് വോട്ടർ പട്ടിക തയ്യാറാക്കി എല്ലാം റെഡിയാക്കി കഴിഞ്ഞതിന് ശേഷം ഒരു പുതിയ സംശയം വന്നു. സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളാണോ ബിദഈ പ്രസ്ഥാനത്തിന്റെ ആളുകളാണോ എന്നറിയാത്ത നമ്മുടെ സമൂഹത്തിൽ അത്തരം ചില ആളുകളുണ്ട്. സജീവമായി ബിദഅത്തിന്റെ പ്രവർത്തന രംഗത്തുണ്ടാവില്ല, എന്നാൽ സജീവമായി നമ്മുടെ രംഗത്തും ഉണ്ടാവില്ല. അങ്ങനത്തെ കുറച്ച് ആളുകളുണ്ട്. അവൻ സുന്നിയാണോ ജമാഅത്താണോ മുജാഹിദാണോ തിരിയാത്ത കുറച്ച് ആളുകൾ. അവർക്ക് വോട്ടവകാശം വേണമോ വേണ്ടയോ എന്നായി ചർച്ച. അവർക്ക് വോട്ടവകാശം വേണമോ വേണം. അടിസ്ഥാനപരമായി എടുത്ത അഡ്വക്കേറ്റ് ലത്തീഫ് സാഹിബ് നമ്മുടെ വേദിയിലെത്തിയിട്ടുണ്ട്. അള്ളാഹു ദീർഘായുസ് കൊടുക്കുമാറാവട്ടെ. ആളില്ലാത്ത കാലത്ത് നമ്മുടെ സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച സുന്നി സംരക്ഷണ സമിതിയിലെ ധീരനായ ഒരു പോരാളിയാണ്. നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഇന്നൊക്കെ നമുക്ക് ധാരാളം പ്രഭാഷകരും ഒരുപാട് ബന്ധപ്പെട്ട ആളുകളുണ്ട്. അന്നൊന്നും ആരുമില്ല. അന്ന് നമ്മുടെ വേദിയിലൊക്കെ പ്രസംഗിക്കുന്ന ആ കാലഘട്ടത്തിൽ ഇത് പ്പെടുത്ത് കൊണ്ടുവരുന്ന കാലത്ത് ഞങ്ങൾക്കൊക്കെ ശരിക്കും ഓർമ്മയുണ്ട്. അങ്ങനെ കുറച്ചിൽ ഈ വോട്ടവകാശം കൊടുക്കുന്ന ആർക്കാണ് എന്ന് പറയുന്നവരെ വോട്ട് ചെയ്യിക്കട്ടെ. അവര് നമ്മളെ പക്ഷത്തിലെ ആളുകൾ വോട്ട് ചെയ്യട്ടെ. ഈ എണ്ണിൽക്കിളകൾ എന്ത് ചെയ്യണം അവരെ എന്ന് ചിന്തിച്ച് അവസാനം അവർക്ക് വോട്ട് കൊടുക്കണോ കൊടുക്കണ്ടയോ നിഷ്പക്ഷമായി നിൽക്കുന്ന ആളുകൾക്ക് വോട്ട് കൊടുക്കണോ കൊടുക്കണ്ടോ ചിന്തയെ. അപ്പോൾ മധ്യസ്ഥന്മാർ കൂടി തീരുമാനിച്ചു നമുക്കൊരു കാര്യം ചെയ്യാം, ഈ വിഷയം ഒരു പണ്ഡിതന്റെ അഭിപ്രായത്തിന് വിടാം. ഒരു ആലിം എന്താണോ പറയുന്നത് അതനുസരിച്ച് നമുക്ക് ഈ കാര്യം ചെയ്യാം. അങ്ങനെ ബഹുമാനപ്പെട്ട മധ്യസ്ഥന്മാരിൽ ഒരാളായിരുന്ന UP പോക്കരാജി, രണ്ടു ഭാഗത്തും മധ്യസ്ഥന്മാരുണ്ട്. UP പോക്കരാജി പറഞ്ഞു അത്രേ, അങ്ങനെയാണെങ്കിൽ ചെറുശ്ശേരി ഉസ്താദ് ഇവിടെ ഉണ്ടല്ലോ, പിന്നെ വേറൊരു പണ്ഡിതനെ തെരഞ്ഞു പോകേണ്ട കാര്യമില്ലല്ലോ. നമുക്ക് ചെറുശ്ശേരി ഉസ്താദിനോട് ചോദിച്ചിട്ട് അദ്ദേഹം എന്താണോ പറയുന്നത് അത് അങ്ങനെ തന്നെ ചെയ്യാമെന്ന്. അത് പറഞ്ഞപ്പോ ഇവര് പറഞ്ഞു അത് പറ്റില്ല, ചെറുശ്ശേരി ഉസ്താദ് നിങ്ങളാണല്ലേ, അദ്ദേഹം പറഞ്ഞാൽ ഞങ്ങൾക്ക് സ്വീകാര്യമാകൂല, വേറെ ഒരു പണ്ഡിതന്റെ അടുത്ത് പോകണം. അപ്പോഴും UP പോക്കരാജി പറഞ്ഞു അത്രേ, വേറൊരു പണ്ഡിതന്റെ അടുത്ത് ചെന്നാലും മസല ഒന്നല്ലേ, വേറെ ആള് പറഞ്ഞാലും ചെറുശ്ശേരി ഉസ്താദ് പറഞ്ഞാലും മസലക്ക് എന്താ വ്യത്യാസം? അവർക്ക് വോട്ട് കൊടുക്കണോ കൊടുക്കണമെന്നുള്ള വിഷയത്തിൽ അദ്ദേഹം നമ്മളോട് പറയുന്നത് നമുക്ക് രണ്ടു കൂട്ടരും കേട്ടിട്ട് സ്വീകരിച്ചാൽ പോരെ. അവർ പറഞ്ഞു പറ്റില്ല, വാശിക്കാരാണല്ലോ. വാശി പിടിച്ച് അവസാനം വേറെ പണ്ഡിതന്റെ അടുത്ത് പോകണം എന്ന് പറഞ്ഞു. ഞങ്ങൾ രണ്ടു കൂട്ടരും
ഞാൻ ഓക്കെ ഉസ്താദിന്റെ അടുത്ത് ചെന്ന് അടുത്തേക്ക് മധ്യസ്ഥരും ഇവരും മധ്യസ്ഥർ ഇറങ്ങിച്ചെന്ന് എവിടുന്നാന്ന് ചോദിച്ചു. ഞങ്ങൾ ചമ്മാട്ടിൽ നിന്നാണ് വരുന്നത്. എന്തിനാണ് വന്നതെന്ന് വെച്ചു. ഒരു മസ്അല ചോദിക്കാനാണ്. മസ്അല എന്ന് പറഞ്ഞിട്ടുള്ളൂ, അതിനപ്പുറം ഒരു മസ്അല എന്നേ പറഞ്ഞിട്ടുള്ളൂ, അത്ര പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ പറഞ്ഞു മസ്അല ചോദിക്കാൻ ചമ്മാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ലല്ലോ, അവിടെ സൈനുദ്ദീൻ മുസ്ലിയാർ ഉണ്ടല്ലോ, നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിച്ചു. അപ്പൊ മറുപക്ഷത്തിലുള്ള ആളുകൾ പറഞ്ഞു ഉത്തരവാദിത്തം മധ്യസ്ഥ അങ്ങനെയല്ല ഉസ്താദെ, സംഘടനാപരമായ ഒരു പ്രശ്നമാണ്. ആ പ്രശ്നത്തിൽ ഞങ്ങൾക്ക് എന്ത് പ്രശ്നമാണെങ്കിലും ശരി, മസ്അല ചോദിക്കാനാണെങ്കിലും സൈനുദ്ദീൻ മുസ്ലിയാർ അവിടെ ഉണ്ട്, അവിടെ ചോദിച്ചിട്ട് എന്താ പറയണത് അത് കേട്ട് നിങ്ങൾ തീരുമാനിച്ചാൽ മതി എന്ന്. ഒരു രക്ഷയില്ലായിരുന്നു. മടങ്ങി. അവിടെ ഇരിക്കാൻ പോലും അവരെ സമ്മതിച്ചില്ല. കാരണം മസ്അല പ്രശ്നം അതൊരു അംഗീകാരമാണ്. അവര് പറഞ്ഞു സംഘടനാ പ്രശ്നമാണ്, എന്നും സമ്മതിച്ചില്ല. നേരെ പോയിക്കോളാൻ പറഞ്ഞ് നേരെ അവർ വന്നു. അവസാനം ചെറുശ്ശേരി സ്ഥാനത്ത് 2 കൂട്ടരും വന്നു. അങ്ങനെ ചെറുശ്ശേരി സ്ഥാനോട് പറഞ്ഞു. ചെറുശ്ശേരി സ്ഥാനം പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഈ നിഷ്പക്ഷത എന്ന് നിങ്ങൾ പറയുന്ന ആൾക്കാരെ ലിസ്റ്റ് ഉണ്ടാക്കി കൊണ്ടുവരി. ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് അവരെത്തിയിട്ട് ഓരോരുത്തരോടും ഈ 2 ചോദ്യം ചോദിക്കും. ഒന്ന് കർമ്മശാസ്ത്രവും ഒന്ന് വിശ്വാസശാസ്ത്രവും, ദീനിയാത്തോ അമരിയാത്തോ ഒന്ന് ചോദിക്കുക. 2 ചോദ്യം കൊടുക്കുക. തറാവീഹ് എത്ര റക്അത്താന്ന് ചോദിക്കുക, മറുപടി അനുകൂലമാണോ നോക്കുക. തൊട്ടപ്പുറത്തും അമ്പുറത്തും തങ്ങളെ പാപ്പാന്റെ മക്ബറുണ്ടല്ലോ, അവിടെ പോയി ദ്വാരന്നാൽ അത് ഖൈറോ ഷെറോ എന്ന് ചോദിക്കുക. അതിന് മറുപടി എന്താ നോക്കുക. എന്നിട്ട് വോട്ട് കൊടുക്കുക. അനുകൂലമായ മറുപടി പറയുന്നവന് വോട്ടുണ്ട്, അല്ലാത്തവന് വോട്ടില്ല. നല്ലൊരു തീരുമാനം. ആ തീരുമാനം പാസാക്കി അവസാനം അവരിൽപ്പെട്ട കുറച്ചാൾക്കാർക്ക് വോട്ട് കിട്ടി, കുറച്ചാൾക്കാർ പുറത്തായി. മറുഭാഗത്ത് ആളുകൾ ഗൾഫിൽ നിന്ന് വരെ ആളുകൾ എത്തി. വോട്ടെടുപ്പിന്റെ ദിവസം വോട്ടെടുപ്പ് നടന്നു. 75% ഉണ്ട് എന്നാണ് അവർ പറഞ്ഞത്. ആ പറഞ്ഞ ആളുകൾക്ക് ആകെ 35% വോട്ട് കിട്ടി, 65% സമത്വം കിട്ടി. പള്ളി സമത്വന്റെ ഒപ്പം നിന്നു. അവർ വേറെ പള്ളി ഉണ്ടാക്കി പോകേണ്ടി വന്നു. ഇവിടെ മാപ്പുട്ടി ഹാജി കാണിച്ച ഈ മാതൃക നമ്മുടെ മഹല്ലത്തിലെ ആളുകൾ ഒന്ന് മനസ്സിരുത്തുകയും ഈ കൂട്ടിക്കലർത്തി ഒന്നും നടപ്പാക്കാതെ നമ്മുടെ ഒരു കാര്യം മഹല്ലിൽ പറയാൻ പറ്റാത്ത അവസ്ഥ ഒഴിവാക്കുന്നത് ഒന്ന് ശ്രദ്ധിക്കുകയും ചെയ്യണമെന്ന് സൂചിപ്പിക്കുന്നതോടൊപ്പം ചെറുശ്ശേരി ഉസ്താദിനെ കുറിച്ച് മഹാപണ്ഡിതനായ ഓക്കെ എന്താണ് പറഞ്ഞത്, ഓക്കെ ഉസ്താദ് പറഞ്ഞത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. ആ ഓക്കെ ഉസ്താദിനെ കുറിച്ച് അവർ പറയാറുണ്ട്, ഞങ്ങൾ ഓക്കെ ഉസ്താദിന്റെ ശിഷ്യന്മാരാണ്, ഞങ്ങൾക്ക് സമത്തയിൽ ശംസുലമയുമായി ഒരു കടപ്പാടില്ല, കണ്ണീത്തുമായി കടപ്പാടില്ല. ഓക്കെ സൈനുദ്ദീൻ കുട്ടി മുസ്ലിയാർ എഴുതിയ ലേഖനമുണ്ട്. ആ ലേഖനത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഞാൻ ബാക്കിയാത്തു സാലിഹാത്തിൽ പഠിക്കാൻ ചെല്ലുന്ന കാലത്ത് ശംസുലമ അവിടെ മുദരിസ, ബഹുമാനപ്പെട്ട ശംസുലമയിൽ നിന്നാണ് ഷറഹുൽ മവാഖിഫ് എന്ന കിതാബ് ഞാൻ ഓതിയത് എന്ന് ബഹുമാനപ്പെട്ട ഓക്കെ സൈനുദ്ദീൻ കുട്ടി മുസ്ലിയാർ എഴുതി വെച്ച രേഖയുണ്ട്. എന്താ അതിന്റെ അർത്ഥം? തന്റെ ഗുരുനാഥനാണ് ബഹുമാനപ്പെട്ട ശൈഖുന ശംസുൽ ഉലമ എന്നാണ് അതിന്റെ അർത്ഥം. ആ രീതിയിൽ ബഹുമാനപ്പെട്ട ശൈഖുന ശംസുലമയെ ഗുരുവായി കാണുന്ന, സൈനുദ്ദീൻ മുസ്ലിയാരുടെ പാണ്ഡിത്യത്തിൽ അമിതമായ മതിപ്പ് തോന്നുന്ന ബഹുമാനപ്പെട്ട ഓക്കെ ഉസ്താദ് പോലും ശൈഖുന സൈനുദ്ദീൻ മുസ്ലിമയെ കുറിച്ച് പറഞ്ഞത് വളരെ മതിപ്പുള്ള വാചകമാണ്. ഓക്കെ ഉസ്താദിന്റെ ദർസിൽ അദ്ദേഹം ഓതി പഠിക്കുന്ന കാലത്ത് റിസാലയൊക്കെ ഓതി കൊടുക്കും. ഇദ്ദേഹം വായിക്കും. ഉസ്താദിന്റെ അടുത്ത് കിതാബ് വായിച്ചു കൊടുക്കണമല്ലോ. വായിച്ചു കൊടുക്കുന്ന സമയത്ത് സ്ഥിരമായി സൈനുദ്ദീൻ മുസ്ലിയാർ വായിച്ചപ്പോൾ ചിലർക്കൊക്കെ ഒരു നീരസം ഉണ്ടായി. ആ നീരസം ഉണ്ടായപ്പോ ഈ കാര്യം ശൈഖുനായോട് അദ്ദേഹം തുറന്നു പറഞ്ഞു. അത്രേ ഈ കുട്ടികൾ തന്നെ ചെന്ന് പറഞ്ഞു, ഇവർ തന്നെ പറഞ്ഞു, ഈ എതിർപ്പുള്ള കുറച്ച് ആളുകൾ ചെന്ന് പറഞ്ഞു, എന്നും സൈനുദ്ദീൻ മുസ്ലിയാർ വായിക്കുന്നതുകൊണ്ട് അവർക്കൊരു മനപ്രയാസമുണ്ട് എന്ന് ഉസ്താദ് മനസ്സിലാക്കി. ഒരിക്കൽ സബുക്കിൽ ഏന്തിൻകുട്ടി മുസ്ലിയാർ പറഞ്ഞു അത്രേ, സൈനുദ്ദീൻ തന്നെ വായിക്കട്ടെ, ആ വായന കൊണ്ട് എനിക്ക് ചില ഇബാറത്തിന്റെ അവ്യക്തതകൾ പോലും വ്യക്തമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, അതെന്നെ വായന തുറന്നോട്ടെ. അങ്ങനെ തന്നെ പറഞ്ഞുവെന്ന് ചെറുശ്ശേരി ഉസ്താദിന്റെ സഹപ്രവർത്തകർ പറയുന്നത് കേട്ടിട്ടുണ്ട്. അത്ര കൃത്യമായി തന്റെ ഗുരുനാഥന് ഈ ശിഷ്യനെ കുറിച്ച് ആഴത്തിൽ വിശ്വാസമുണ്ടെന്ന് പറയുമ്പോൾ എന്താണ് അതിന്റെ പ്രത്യേകത? അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സവിശേഷതയാണ് നമ്മളെ കാണുന്നത്. മാത്രമല്ല സഹപണ്ഡിതന്മാർക്ക്, അദ്ദേഹത്തിന്റെ കൂടെയുള്ള പണ്ഡിതന്മാർക്ക് അദ്ദേഹത്തെക്കുറിച്ച് വല്ലാത്തൊരു വിശ്വാസമായിരുന്നു. ആ വിശ്വാസം ഞാൻ തന്നെ വൈയക്തികമായി നേരിട്ട് അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ അനുഭവിച്ച ഒരു കാര്യം പറയുമ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാം, കോഴിക്കോട്ട് സുന്നി അഫ്കാർ വാരിക ആരംഭിക്കുന്ന സമയത്ത്, സുന്നി അഫ്കാർ വാരികയുടെ തുടക്കത്തിൽ അതിന്റെ മാനേജറായി ജോലി ചെയ്തിരുന്ന ആൾ ഞാനാണ്. അന്ന് കോഴിക്കോട് സുന്നി അഫ്കാർ ഓഫീസിൽ ജോലി ചെയ്യുന്ന സമയത്ത് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു വഴിത്തിരിവ് കൂടിയാണ്. അന്ന് ഇവിടെ ലീവ് ചെന്നവിടെ പ്രധാനമായി നിർദ്ദേശിച്ചത് സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങളാണ്, CH അവർ രണ്ടുപേരും സുന്നി സംഘത്തിന്റെ പ്രസിഡന്റ് സെക്രട്ടറി ആയിരിക്കുമ്പോ ഈ സുന്നി അഫ്കാർ വാരിക ആരംഭിച്ചപ്പോ അവിടെ ഓഫീസിൽ തന്നെ പോസ്റ്റ് ചെയ്തു. ഞാനത് പറയുമ്പോ ഒരു പൊങ്ങച്ചം പറയുകയാണ്, തെറ്റിദ്ധരിക്കരുത്. അന്ന് അവിടെ ചെല്ലുന്ന സമയത്ത് സകല ജമയുടെ തന്നെയാണ് സുന്നി അഫ്കാറിന്റെ ഓഫീസ്. ഈ സുന്നി അഫ്കാർ വാരികയുടെ ഓഫീസിൽ ജോലി ചെയ്യുന്ന സമയത്ത് എന്നും എന്ന പോലെ മിക്കവാറും ആഴ്ചയിൽ 4 തവണയെങ്കിലും ശൈഖുന ശംസുലമ ഓഫീസിൽ വരും. ശൈഖുന ഓഫീസിൽ വന്നാൽ ശൈഖുനാക്ക് ആദ്യമായി നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത്, അദ്ദേഹം നോക്കുന്നത് ഓഫീസിൽ വന്നിട്ട് സമത്വക്ക് വല്ല കമ്മിറ്റുണ്ടോ. നബി മുഹമ്മദ് മുസ്ലിയാർ നോക്കിയിരുന്നു, പിന്നെ ശൈഖുന തന്നെ ഏറ്റെടുക്കുകയായിരുന്നു. അങ്ങനെ ഇദ്ദേഹം നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം വന്നാൽ ഉടനെ ചെയ്യേണ്ട ഒരു കാര്യം പത്രം വായിച്ചു കൊടുക്കും. ശൈഖുന ഓഫീസിൽ വന്നാൽ ഉടനെ പത്രങ്ങളെല്ലാം കൊണ്ടുവന്നിട്ട് എല്ലാ പത്രങ്ങളും അവിടെ ഉണ്ടാവും. എല്ലാ പത്രത്തിന്റെ
ഹെഡ് വായിച്ചു കൊടുക്കണം. ഡീറ്റെയിൽ ആയിട്ട് വായിക്കേണ്ട മുഅല്ലിങ്ങൾക്ക്, പഴയ മുഅല്ലിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. നിങ്ങൾ പുസ്തകം എടുക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അന്ന് അവിടെ ഉണ്ടായിരുന്ന മാനേജർ കൊട്ടപ്പുറം അഹമ്മദ് മാഷ്, അദ്ദേഹത്തെ പരിചയമുള്ള ഒരുപാട് ആളുകളുണ്ടാവും. ഈ കൊട്ടപ്പുറത്തെ വായിച്ചു കൊടുക്കാൻ. അങ്ങനെയാണ് ശൈഖുനാ ശംസുലുലമയുമായി കൂടുതൽ അടുക്കാൻ അവസരം ഉണ്ടാകുന്നത്. ഈ പത്രം വായിച്ചു പിന്നെ അദ്ദേഹം പെരുകണ്ടാത്ത ബന്ധം, അദ്ദേഹമായി ഏറ്റവും അടുത്ത ചില നിർദ്ദേശങ്ങൾ പാലിച്ചത് കൊണ്ട് ജീവിതത്തിൽ ഒരുപാട് മാറ്റമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാനതൊന്നും ഇവിടെ വിശദീകരിക്കുന്നില്ല. നമ്മുടെ പ്രസംഗത്തിന്റെയും പ്രവർത്തനത്തിന്റെയും അടിത്തറ അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അങ്ങനെ ബഹുമാനപ്പെട്ടവർ ഈ പത്രം അങ്ങോട്ട് ഇപ്പോഴും കൃത്യമായി നടത്തുന്നുണ്ട്. ഒന്ന്, വിദ്യാഭ്യാസ ബോർഡിന്റെ യോഗം എല്ലാ മാസവും 2ാമത്തെ ശനിയാഴ്ച, 1ാമത്തെ ശനിയാഴ്ച ഫത്വ കമ്മിറ്റി യോഗം. ഈ ഫത്വ കമ്മിറ്റി യോഗം വളരെ പ്രധാനമായിരുന്നു. നാടിന്റെ നാനാഭാഗത്തുനിന്നും ഫത്വകൾ ചോദിച്ചുകൊണ്ട് കത്തുകൾ വരും. ഈ കത്തുകൾ മുഴുവൻ അവിടെ ശേഖരിച്ചു, അതുപോലെ ഫയൽ ശേഖരിച്ചു വെച്ച് ഫത്വ കമ്മിറ്റിയിലേക്ക് ഈ ഫയല് കൊണ്ടുപോയി ഓരോ വീതം വായിച്ച് ആ കത്ത് അവിടെ ചർച്ചക്കെടുത്ത് അതിന്റെ മറുപടി ശൈഖുനാ ശംസുലുലമ പറഞ്ഞു തന്ന് അത് എഴുതിയെടുത്ത് അങ്ങോട്ട് വായിച്ചു കൊടുത്ത് ഓക്കെ പറഞ്ഞ് പിന്നെ അത് ലെറ്റർ പാഡിൽ എഴുതി അയക്കുന്ന പതിവാണ് ഉണ്ടാവുക. അതിന് ഒപ്പമുടിക്കും ശൈഖുനാ ശംസുലുലമയുടെ ഫത്വ കമ്മിറ്റി കൺവീനർ എന്ന രീതിയിൽ. ഈ കർമ്മം നിർവഹിച്ചിരുന്നതും ഈ അധ്യാപകൻ ഈ മാഷാണ്. അയാൾക്ക് വയസ്സായി. ഞാൻ ഈ പത്രവായന തുറന്ന് മുന്നോട്ട് പോയപ്പോൾ 2 മാസം കഴിഞ്ഞപ്പോൾ ശൈഖുന ഒരിക്കൽ പറഞ്ഞ് പത്രം വായിച്ചപ്പോ അടുത്ത ഫത്വ കമ്മിറ്റിക്ക് ചോദ്യം വായിക്കാൻ നീ തന്നെ വന്നാൽ മതി എന്നുണ്ട് എന്നോട്. മാഷെ ഇപ്പം തന്നെ മതി, നിങ്ങൾ വരണ്ടാന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഫത്വ കമ്മിറ്റി യോഗത്തിൽ ചോദ്യത്തിന്റെ കെട്ടുകൊണ്ട് ഞാൻ ചെന്നത്. ഈ ചോദ്യത്തിന്റെ കെട്ടുകൊണ്ട് വളരെ രസകരമായ ചർച്ച. ഞാനിത് പറയുന്നത് ചെറുശ്ശേരി സ്ഥാനെ കുറിച്ച് എനിക്കുണ്ടായ ഒരു മതിപ്പ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഈ ചർച്ചയിൽ അന്ന് അറിയപ്പെടുന്ന പ്രോജ്വല പണ്ഡിതന്മാരൊക്കെ ഉണ്ടാവും. ശൈഖുനാ ശംസുലുലമയുടെ അധ്യക്ഷൻ, പിന്നെ പ്രധാനപ്പെടുന്നത് കെ ബോക്കർ ഹസ്രത്ത്, അതുപോലെ തന്നെ KV മുഹമ്മദ് മുസ്ലിയാർ, അപ്രകാരം തന്നെ CH ഹൈദ്രോസ് മുസ്ലിയാർ, KT മാനു മുസ്ലിയാർ, അണ്ടോൺ അബ്ദുള്ള മുസ്ലിയാർ, PC കുഞ്ഞാലിക്കുട്ടി മുസ്ലിയാർ, പിന്നെ നമ്മുടെ ട്രഷറായിരുന്ന ബഹുമാനപ്പെട്ട പാർനൂർ ഉസ്താദ് അവർകൾ, അങ്ങനെ പ്രധാനപ്പെട്ട ആളുകൾ, പിന്നെ KC ജമാലുദ്ദീൻ മുസ്ലിയാർ, ചെറുശ്ശേരി ഉസ്താദ്, ബാവ മുസ്ലിയാർ, ഇങ്ങനെ ഇരുത്തം എന്ന പണ്ഡിതൻ അത് മുഴുവൻ മരിച്ചുപോയി. അതാണ് ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന അന്ന് ഫത്വ കമ്മിറ്റിയിൽ ഞാൻ കണ്ടവരൊക്കെ മരണപ്പെട്ടു പോയി. അള്ളാഹു അവർക്കൊക്കെ പുറത്തു കൊടുക്കുമാറാവട്ടെ. ഒരു വലിയ പണ്ഡിത നിര. ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് കത്തെടുക്കും, എന്നിട്ട് കത്ത് വായിക്കും, ചോദ്യമായിരിക്കും. ചിലപ്പോൾ 15 പൈസന്റെ കാർഡിലാണ് ഗവൺമെന്റ്, മഹല്ല് കമ്മിറ്റി ആണെങ്കിൽ 15 പൈസന്റെ കാർഡിലേ അയക്കുള്ളൂ. കാരണം അങ്ങനെയാണല്ലോ. ഇന്നിപ്പോ 15 പൈസന്റെ കാർഡൊന്നും ഇല്ല. പിന്നെ ചിലരൊക്കെ ഒരു ലെറ്റർ പാഡിലൊക്കെ എഴുതിയിട്ട് കവർ ചെയ്തയക്കും. അല്ലാത്തവർക്ക് സൗജന്യമായിട്ട് മറുപടി കിട്ടിയല്ലേ, അപ്പൊ പിന്നെ അത്ര മതി എന്നുള്ള ആൾക്കായിരിക്കും ഒരു കാർഡ് എഴുതിരും. ഈ കാർഡ് വായിച്ചു കൊടുത്താൽ ആ വിഷയം അവർ ചർച്ച ചെയ്യുന്നത് കേൾക്കാൻ ഭയങ്കര അത്ഭുത. ഓരോരുത്തരും ഇങ്ങനെ കിതാബിന്റെ ഇബാറത്തുകളും മറ്റും എടുത്ത് അഭിപ്രായം പറയും. ഇങ്ങനെ അഭിപ്രായം പറഞ്ഞ് അവസാനം ശൈഖുനൊക്കെ കേട്ടിരിക്കും. എല്ലാവർക്കും കഴിഞ്ഞിട്ട് ശൈഖുന പറയുന്ന മറുപടി എഴുതിക്കോന്നറിയും. അപ്പോൾ എഴുതിയെടുക്കണം, എഴുതിയിട്ട് വായിക്കുന്നറിയും, തിരിച്ച് വായിച്ചു കൊടുക്കണം. വായിച്ചു കൊടുത്താൽ ആ കത്തിന്റെ മറുപടി ഏതാണ് വെച്ച് അത് ഓക്കെ, 2ാമത്തെ കത്ത് വായിക്കണം. ഇങ്ങനെ ഓരോ കത്തും വായിച്ച് അതിന്റെ കൃത്യമായ മറുപടികൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ ചില കത്തുകൾ വായിക്കുമ്പോൾ ചില കെണിഞ്ഞ മസലയിൽ അഭിപ്രായ വ്യത്യാസം നല്ലവണ്ണം വരും. പ്രത്യേകിച്ച് ആ കൂട്ടത്തിൽ KV മുഹമ്മദ് മുസ്ലിയാർ തന്റെ അഭിപ്രായം KV ഉസ്താദ് തുറന്നു പറയും, KC ജമാലുദ്ദീൻ മുസ്ലിയാർ പറയും. അങ്ങനെ ചർച്ച മുറുകും. ചെറുശ്ശേരി ഉസ്താദ് ഉണ്ടാങ്ങനെ ഇരിക്കുകയൊക്കെ ചെയ്യാം. ചർച്ച ഇങ്ങനെ മുറുകുന്ന സമയത്ത് അവസാനം ശംസുലുലമ തീരുമാനിക്കും ആ കത്തിന് തരാൻ പറയും. എന്നിട്ട് ആ കത്ത് നേരെ ചെറുശ്ശേരി എവിടെ എന്ന് വെച്ചാൽ കൊടുക്കും. എന്നിട്ട് ചെറുശ്ശേരി ഉസ്താദിനോട് പറയും അടുത്ത യോഗത്തിൽ വരുമ്പോ ഇതിന്റെ ഉത്തരം ഇതിന്റെ കിതാബിന്റെ പേജ് സഹിതം നക്കല് കൊണ്ടുവരണം എന്ന് പറയും. അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഞാൻ അവിടെ ആ കർമ്മം നിർവഹിച്ചിരുന്ന കാലത്ത് ഒട്ടനവധി യോഗങ്ങളിൽ 2ഉം 3ഉം 4ഉം കത്ത് ചെറുശ്ശേരി ഉസ്താദിന് കൊടുത്തിട്ട് അടുത്ത യോഗത്തിലേക്ക് അത് എഴുതി കൊണ്ടുവരാൻ പറഞ്ഞ അനുഭവം ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ആ പ്രോജ്വല പണ്ഡിതന്മാരൊക്കെ ഉണ്ടായിട്ടും ഇത് ഏൽപ്പിച്ചത് ചെറുശ്ശേരി ഉസ്താദിനെയാണ്. അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് ശൈഖുനാ ശംസുലുലമക്കും ആ സഭക്കും ഉള്ള മതിപ്പത്രയാ. അപൂർവം ചില സന്ദർഭങ്ങളിൽ ചെറുശ്ശേരി ഉസ്താദ് ഇല്ലാത്ത സമയത്ത് മാത്രം ഏതെങ്കിലും ഫത്വ കമ്മിറ്റിക്ക് ചെറുശ്ശേരി ഉസ്താദ് ലീവാണെങ്കിൽ മാത്രം ആ കാര്യം KC ജമാലുദ്ദീൻ മുസ്ലിയാർ ഏൽപ്പിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ 2 മഹത്തുക്കൾ അതിൽ ഏറ്റവും കൂടുതൽ കത്തുകൾ ഏൽപ്പിച്ചിരുന്നത് അന്ന് KC ഉസ്താദ് നന്ദിയിലാണ്. ഏറ്റവും കൂടുതൽ കത്തുകൾ ഏൽപ്പിച്ചിട്ടുള്ളത് ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദിനെയാണ്. ആ ചെറുശ്ശേരി ഉസ്താദ് പിറ്റത്തെ യോഗത്തിന് വരുമ്പോൾ ചെറിയ നോട്ട്ബുക്ക് കൊണ്ടുവരിക. അല്ലെങ്കിലും ഫത്വ കമ്മിറ്റിക്ക് വരുന്ന പണ്ഡിതന്മാരുടെ കയ്യിൽ ഒരൊറ്റ പണ്ഡിതന്റെ കയ്യിലും ചെറുശ്ശേരി ഉസ്താദ് ഒഴികെ ഇങ്ങനത്തെ നോട്ട് പുസ്തകങ്ങൾ ഞാൻ കണ്ടിട്ടില്ല. ആ നോട്ട് പുസ്തകത്തിൽ അദ്ദേഹം എഴുതി കൊണ്ടുവന്നിട്ടുണ്ടാവും. ചില മസലയുടെ 4 മദ്ഹബിന്റെ വശം ഉണ്ടാവും. അത് കൃത്യമായി വായിക്കും. എന്നിട്ട് ബോധ്യപ്പെട്ട് ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുലുലമ അത് ഏറ്റെടുക്കും. എന്നിട്ട് അദ്ദേഹം പറയുന്നത് എഴുതിക്കോ. അവസാന മറുപടി അദ്ദേഹമാണ് പറയാ. ആ മറുപടി എഴുതി കൃത്യമായി തിരിച്ച് വായിച്ചു കൊടുത്ത് ബോധ്യപ്പെട്ട് പിന്നെ അത് ലെറ്റർ പാഡിൽ എഴുതി ശൈഖുനാന്റെ ഒപ്പിടാൻ പോകുമ്പോൾ ഒന്നുകൂടി വായിച്ചു കൊടുക്കണം. ആ 2 വായന. അത് കഴിഞ്ഞാൽ പിന്നെ ആ കത്ത് മഹല്ലത്തിലേക്ക് പോസ്റ്റ് ചെയ്യുക. ഈ വ്യക്തികളാണെങ്കിൽ വ്യക്തികൾക്ക് പോസ്റ്റ് ചെയ്യലായി. ഞാൻ പറഞ്ഞു വരുന്നത്
ഈ സഭയിൽ ശരിക്ക് ബഹുമാനപ്പെട്ട ശൈഖുന ശംസുലമ തന്റെ പിൻഗാമിയായി ചെറുശ്ശേരി ഉസ്താദിനെ കണ്ട പോലെ തന്നെ ഏത് പ്രധാനപ്പെട്ട കേസും അദ്ദേഹത്തിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരുന്നു എന്ന ഒരു കാഴ്ചപ്പാട് നമുക്ക് വലിയൊരു പാഠമാണ്. അതായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പാണ്ഡിത്യം. ഈ സമൂഹത്തിൽ അവാന്തര വിഭാഗങ്ങളിലെ ആളുകൾ പോലും ഒരു വിഷയം വരുമ്പോൾ ബഹുമാനപ്പെട്ട ശൈഖുന ശംസുലമയുടെ സമീപത്തേക്ക് പോകുന്നത് പോലെ ശൈഖുന ചെറുശ്ശേരി ഉസ്താദിന്റെ അടുത്തേക്ക് വന്നിരുന്നു. ശംസുലമ ജീവിച്ചിരിക്കുന്ന കാലത്ത് അങ്ങനെ വല്ല പ്രശ്നവും വിവാദവുമായ പിന്നെ എന്താ ചെയ്യാ? ശൈഖുനാന്റെ അടുത്തേക്ക് വരിക. അത് ഏത് ജമാഅത്തുകാരനും ഏത് മുജാഹിദുകാരനും വരും. ആക്ഷേപം എന്ത് പറഞ്ഞാലും ദാറുദയിൽ വെച്ച് ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദിന്റെ സമീപത്തേക്ക് അത്തരം ധാരാളം ആളുകൾ വന്നിരുന്നതായി അദ്ദേഹത്തിന്റെ ശിഷ്യഗണങ്ങളും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും പറയുന്നു. KC മുഹമ്മദ് വാക്കവി എന്നോട് പറഞ്ഞു, നിങ്ങൾ പോയി അന്വേഷിച്ചാൽ കിട്ടും. ഫറൂഖ് പേട്ടയിൽ ജമാഅത്തെ ഇസ്ലാമി തറവാട്ടിൽ ഒരു സ്വത്തവകാശ പ്രശ്നം വന്നു. അവരെ നേതാക്കളൊക്കെ ഇടപെട്ടു, പലതരത്തിലും തീർപ്പ് കൽപ്പിക്കാൻ നോക്കി, നടന്നില്ല. അവസാനം ആ കുടുംബത്തിൽപ്പെട്ട പ്രമുഖർ മഹല്ല് കമ്മിറ്റിയെ സമീപിച്ച് പറഞ്ഞു, ഞങ്ങൾക്ക് സ്വീകാര്യനായ ഒരാൾ വേണം, നിങ്ങൾ നിർദ്ദേശിക്കുന്നു. വളരെ ചെറുശ്ശേരി ഉസ്താദ് പറഞ്ഞാൽ മതി. ജമാഅത്തേരാ പറയുന്നത്, ചെറുശ്ശേരി ഉസ്താദ് പറഞ്ഞാൽ മതി, ഞങ്ങൾക്ക് സ്വീകാര്യമാണ്. മഹല്ല് കമ്മിറ്റി പറഞ്ഞു, അദ്ദേഹത്തിന്റെ അടുത്ത് പോയിട്ടൊരു ഫത്വ വാങ്ങിയിട്ട് പിന്നെ നിങ്ങൾ അതിൽ പ്രാസ്ഥാനികമായി ഒരു കോലാഹലം ഉണ്ടാക്കാൻ പാടില്ല, നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിക്കാരാ, ഞങ്ങൾ എന്താണെങ്കിലും ശരി ചെറുശ്ശേരി മുസ്ലിയാർ പറഞ്ഞാൽ ഞങ്ങൾക്കത് ഓക്കെയാണ്. അവരെ നേരെ കൊണ്ടുവന്നു. ആ ജമാഅത്ത് അനുഭാവികളായ തറവാട്ടിലെ പ്രമുഖരെ നേരെ കൊണ്ടുവന്നു ദാറുഹുദയിലേക്ക്. അവരെ ഇരുത്തി ചെറുശ്ശേരി ഉസ്താദ് മസല പറഞ്ഞു കൊടുത്തു. കാര്യം തീർപ്പ് കൽപ്പിച്ചു. അവര് പോയി. ബിദഈ പ്രസ്ഥാനത്തിന്റെ അതിർവരമ്പ് പോലുമില്ലാതെ ബഹുമാനപ്പെട്ട ശൈഖുന ശംസുലമയെ പോലെ തന്നെ ബഹുമാനപ്പെട്ട ശൈഖുന ചെറുശ്ശേരി ഉസ്താദ് കാര്യങ്ങൾ തീർപ്പ് കൽപ്പിച്ചിരുന്നത് ആളുകൾക്ക് സ്വീകാര്യമായിരുന്നു എന്ന് പറയുമ്പോൾ സമൂഹത്തിൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന അംഗീകാരത്തിന്റെ വലിപ്പമാണ് മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല, ഇത്രയൊക്കെ ഔന്നത്യത്തിൽ എല്ലാ വിഭാഗവും തന്നെ അംഗീകരിക്കുന്നു എന്ന് കണ്ടിട്ട് പോലും വളരെ തവാദുവോടുകൂടി പെരുമാറിയ ഒരു മനുഷ്യൻ. ഒരിക്കലും അഹന്ത അദ്ദേഹത്തിലില്ലായിരുന്നു. അദ്ദേഹത്തിന്റെ ഡ്രസ്, അദ്ദേഹത്തിന്റെ പ്രവർത്തനം, അദ്ദേഹത്തിന്റെ ജീവിതം നോക്ക് നിങ്ങൾ. 100% വിനയാന്വിതനായിരുന്നു അദ്ദേഹം. നിങ്ങൾ മരണത്തിന്റെ പിറ്റേ ദിവസം പത്രത്തിൽ കണ്ടില്ലേ? കൊണ്ടോട്ടി അങ്ങാടിയിൽ മത്സ്യ മാർക്കറ്റിൽ മത്സ്യം വാങ്ങാൻ നിൽക്കുന്ന ഒരു മനുഷ്യന് മടിയില്ലല്ലോ അദ്ദേഹത്തിന്. അദ്ദേഹം സമത്വര ജനസെക്രട്ടറി ആയപ്പോൾ ആരോ പത്രത്തിൽ എഴുതി, കൊണ്ടോട്ടി മാർക്കറ്റിൽ നിന്ന് സാധനം വാങ്ങി വീട്ടിലേക്ക് പോകുന്ന ഒരു മനുഷ്യനാണോ സമത്വര സെക്രട്ടറി? സഞ്ചരിക്കുന്ന കാറിന്റെ വലുപ്പവും ഡ്രസ്സിന്റെ മേന്മയും ഈ സമൂഹത്തിൽ പാണ്ഡിത്യത്തിന്റെ ലക്ഷണമായി എടുത്തു ധരിക്കുന്ന ആളുകൾക്ക് അത് അത്ഭുതമായിരിക്കാം. പക്ഷെ സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾക്ക് മാതൃക അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാ. നബി തങ്ങൾ മദീനത്തെ മാർക്കറ്റിലേക്ക് സാധനം വാങ്ങാൻ പോയ സംഭവം ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട്. സാധനം വാങ്ങിയപ്പോൾ അബൂ ഹുറൈറ തങ്ങൾ പുറകിൽ, നബിയെ ഞാൻ പിടിക്കാം, അങ്ങയുടെ വീട്ടിലേക്കല്ലേ, ഞാൻ കൊണ്ടുപോകാം. അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതർ പറഞ്ഞു വേണ്ട. അബൂ ഹുറൈറ തങ്ങൾ വീണ്ടും ചോദിച്ചപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, സ്വാഹിബു ശൈഇ അഹഖു അൻ യഹ്മിലഹു, സാധനത്തിന്റെ ഉടമയാണ് തന്റെ വീട്ടിലേക്ക് അത് ചുമക്കാൻ ഏറ്റവും കടപ്പെട്ടവൻ, ഞാൻ കൊണ്ടുപോകാം. ആ ഹദീസിന്റെ പശ്ചാത്തലത്തിൽ തന്റെ വീട്ടിലേക്കുള്ള സാധനം ആരെയും ബുദ്ധിമുട്ടിക്കാതെ തൂക്കിപ്പിടിച്ചു കൊണ്ടുപോകുന്ന ഒരു മനുഷ്യന്റെ ദിശ, അത് അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബിന്റെ ജീവിതക്രമമാണ്. അത് സുന്നത്താണ്. ആ സുന്നത്തെ ചെറുശ്ശേരി ഉസ്താദ് ചെയ്തുള്ളൂ. അതൊരു താഴ്ചയല്ല, അതൊരു ഉയർച്ചയാണ്. അവിടെയാണ് സുന്നത്ത് ജമാഅത്തെങ്കിൽ അതാണ് സുന്നത്ത് ജമാഅത്തെന്ന് പഠിപ്പിക്കുന്നവരാ നമ്മള്. എനിക്കറിയാം, തൃക്കരിയിൽ പോലും സംയുക്ത ജമാഅത്തിന്റെ ഖാദിയായി അദ്ദേഹം സ്ഥാനമേറ്റു. ഖാദി സ്ഥാനം ഏറ്റെടുത്ത ശേഷം അവിടെ ഒരു പള്ളി ഉദ്ഘാടനത്തിൽ അദ്ദേഹത്തിന്റെ കൂടെ ഞാൻ പങ്കെടുത്തു. പള്ളി ഉദ്ഘാടനം കഴിഞ്ഞ് ജനങ്ങളൊക്കെ പുറത്തിറങ്ങുന്നു. സ്റ്റേജിലേക്ക് കയറിപ്പോകാൻ ചെരുപ്പ് തിരയുകയാണ്. എല്ലാവരും ചെരുപ്പിട്ട് പുറത്തിറങ്ങി. ഉസ്താദിന്റെ ചെരുപ്പ് കാണുന്നില്ല. ഉസ്താദ് പറഞ്ഞു, എന്റെ ചെരുപ്പ് നോക്കുന്നത് കാണുന്നില്ല. എന്താ ഉസ്താദ് ഇറങ്ങാത്തത്? അവിടുത്തെ പൗരപ്രമുഖരൊക്കെ ഉണ്ട്, അവിടുത്തെ ഖാദിയല്ലേ, സമ്പന്നരായ പലരുമുണ്ട്. എല്ലാവരും കൂടി ചെരുപ്പ് തപ്പിയപ്പോ എല്ലാവരുടെയും ദൃഷ്ടിയിൽ ചെരുപ്പ് നല്ല കനപ്പെട്ട മനോഹരമായ വലിയ വിലപിടിപ്പുള്ള ചെരുപ്പാ. ചെരുപ്പ് കാണുന്നില്ല. കുറച്ചു സമയം ഇങ്ങനെ തപ്പി എല്ലാവരും ചെരുപ്പുണ്ട്. പിന്നെ 1-2 ചെരുപ്പേടുള്ളൂ. പിന്നെ കുറച്ചപ്പുറത്ത് മറിഞ്ഞു കിടക്കുന്ന ആൾക്കാർ തട്ടിക്കൊണ്ടുപോയ ഒരു ഭാരമില്ലാത്തൊരു ചെരുപ്പ്, അത് മറിഞ്ഞു കിടക്കുക. ഉസ്താദ് ചോദിച്ചു, ആ ചെരുപ്പ് നോക്കാൻ പറഞ്ഞു. അവര് പറഞ്ഞു, അതൊരു ഹവായി ചെരുപ്പാ ഉസ്താദെ, അത് തന്നെയാണ് എന്റെ ചെരുപ്പ്, അതന്നെയാണ് എന്റെ ചെരുപ്പ്. അവർ അവഗണിച്ചതാ. നേരത്തെ കണ്ടിട്ടുണ്ടവര്. ആ ചെരുപ്പ് മറിച്ചിട്ട് നോക്കുമ്പോൾ നമ്മളൊക്കെ ബാത്റൂമിൽ ഉപയോഗിക്കുന്ന രീതിയിലുള്ള ഒരു ഹവായി. ഒരു മടിയില്ല അദ്ദേഹത്തിന്. വലിയൊരു പള്ളി ഉദ്ഘാടനത്തിന് ഒരു മേഖലയുടെ കാതിൽ ചെന്നിരിക്കുക, ഒരു ഹവായി ചെരുപ്പം ഇട്ടിട്ട്. അതൊന്നും അദ്ദേഹം നോക്കിയിട്ടില്ല. അപ്പൊ ആരോ ചോദിച്ചു അദ്ദേഹത്തോട്, എന്തിനാ ഈ ചെരുപ്പ് ഉസ്താദ്? ഞാനൊരു ചെരുപ്പിട്ട് പോകുന്നുള്ളൂ, ചെരുപ്പല്ലേ, അത്രേ പറഞ്ഞു. ഞാനൊരു ചെരുപ്പിട്ട് പോകുന്നു, ചെരുപ്പല്ലേ, അത്രേ അദ്ദേഹം പറഞ്ഞുള്ളൂ. വേറെ ഒന്നും അദ്ദേഹം അതിൽ കരുതിയില്ല. അവിടെയാണ് ഒരു മനുഷ്യന്റെ വ്യക്തിത്വത്തിന്റെ മാറ്റുരക്കേണ്ടത്. സഞ്ചരിക്കുന്ന കാറിന്റെ വലിപ്പം പറയുന്നവരോട് പറയണം, നിങ്ങൾ മഹാനായ ചെറുശ്ശേരി ഉസ്താദിന് അതുകൊണ്ടൊരു കുറവും സംഭവിച്ചിട്ടില്ല. അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബ് പരുക്കൻ വസ്ത്രം ധരിച്ചുകൊണ്ട് വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് പായയിൽ കിടന്നപ്പോ ഈത്തപ്പനയോലയുടെ അടയാളം ഇവിടെ ചുമക്കേണ്ടി വന്നപ്പോ തുടുത്ത മേനിയിൽ ഈത്തപ്പനയോലയുടെ അടയാളം പതിഞ്ഞു കിടക്കുമ്പോ മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകരെ, ഈ ലോകത്ത് ഭൗതിക സുഖം ആസ്വദിക്കുന്ന പേർഷ്യ റോമൻ സാമ്രാജ്യത്തിന്റെ ഉടമകളൊക്കെ കിസ്റയും കൈസറും ഒക്കെ മനോഹരമായി ദുന്യാവ് ആസ്വദിക്കുമ്പോ അങ്ങെന്താണ് ഇങ്ങനെ? അങ്ങയുടെ ജീവിതം ഇങ്ങനെയായി പോയല്ലോ.
അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ പഠിപ്പിച്ചത് ഉമറേ, അവർക്ക് അള്ളാഹു പ്രതിഫലം ഈ ഭൂമുഖത്ത് തന്നെ കൊടുത്തു, നമുക്ക് അള്ളാഹു പരലോകത്താണ് പ്രതിഫലം തരിക. അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതർ പറഞ്ഞ വാചകമാണ്, നാം ദുന്യാവല്ല തെരഞ്ഞെടുത്തത്, അവര് ദുന്യാവ് തെരഞ്ഞെടുക്കുമ്പോൾ നാം പരലോകം തെരഞ്ഞെടുക്കുന്നു. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഒരു ലാളിത്യം, ആ ഒരു വ്യക്തിത്വം, ആ ഒരു വ്യതിരിക്തത കൃത്യമായി ചെറുശ്ശേരിസ്ഥാനിൽ കാണാമായിരുന്നു. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ആ വ്യക്തിത്വത്തിന്റെ മാറ്റ്. അതൊരിക്കലും നമുക്ക് മറക്കാൻ കഴിയില്ല. ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ അദ്ദേഹം നമ്മുടെ സമൂഹത്തിന് മുമ്പിൽ നിന്നു. ശംസുലമ കോടതി കയറിയത് പോലെ ആ പാരമ്പര്യം അനുസരിച്ച് കോടതി കയറി. അദ്ദേഹം പലപ്പോഴും കോടതി കയറി. ആ കോടതി കയറിയതിന്റെ മനോഹരമായ ഉദാഹരണമാണ് ഇബ്രാഹിം പുത്തൂർ പൈസയുടെ ഒരു ഫതഹുൽ മുഈന്റെ കേസ്. തൃശ്ശൂരിലെ ഒരു സ്വകാര്യ സ്ഥാപനം ഒരു ഫതഹുൽ മുഈൻ പ്രസിദ്ധീകരിച്ചു. തെറ്റദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. അവർ കേസ് കൊടുത്തു. കേസിന് വേണ്ടി കോടതിയിൽ ചെന്നു. ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദ് വളരെ മനോഹരമായി ഇബ്രാഹിം പുത്തൂർ പൈസയുടെ വാദം സ്ഥിരീകരിച്ചുകൊണ്ട് കോടതിയിൽ വിജയിച്ചു വന്നു. തൃശ്ശൂരിൽ തന്നെ ഒരു മക്കബറ കെട്ടിപ്പൊക്കിയ കേസ്, അതിനെതിരെ കേസ് കൊടുത്തു. മഹല്ല് കമ്മിറ്റിക്കെതിരെ കേസ് സമത്തേറ്റെടുത്തു. മുഷാവർ തീരുമാനിച്ചു ചെറുശ്ശേരി ഉസ്താദ് കോടതിയിൽ പോയി കൃത്യമായി സുന്നത്യമായതിന്റെ വാദം കോടതിയിൽ അവതരിപ്പിച്ചുകൊണ്ട് മനോഹരമായി ഇത് വിജയിപ്പിച്ചുകൊണ്ട് വന്നു. ആ ഒരു കഴിവ്, ആ ഒരു ദിശ. ഞാൻ തന്നെ പത്രത്തിൽ എഴുതിയൊരു വാർത്ത നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. തിരുവനന്തപുരത്ത് മുസ്ലിം സംഘടനകളുടെ യോഗം വിളിച്ച ഒരു വലിയ ചർച്ചയുടെ പശ്ചാത്തലം 18 വയസ്സ് വിവാഹ പ്രായപരിധി 18 വയസ്സാക്കിയപ്പോ നിക്കാഹ് ചെയ്തു കൊടുത്ത പല കാദിമാർക്കെതിരെ കേസ്. 18 താഴെ 17 നിക്കാഹ് ചെയ്തു കൊടുത്തു, 16 നിക്കാഹ് ചെയ്തു കൊടുത്തു. കേസ് വന്നു, പ്രശ്നമായി, വലിയ വിഷയമായപ്പോ തിരുവനന്തപുരത്തേക്ക് യോഗം വിളിച്ചു. കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ കണ്ട സമസ്തയുടെ നേതാക്കൾ പറഞ്ഞു, ഈ പ്രശ്നം പരിഹരിക്കാതിരുന്ന വലിയ ബുദ്ധിമുട്ട് വരും, കാദിമാർക്കെതിരെ കേസ് വരുന്നു. സാമൂഹ്യക്ഷേമ വകുപ്പുമായി ബന്ധപ്പെട്ട് മന്ത്രി മുനീർ, മന്ത്രി കുഞ്ഞാലിക്കുട്ടി സാഹിബ് രണ്ടുപേരും യോഗം വിളിച്ചു. ഉദ്യോഗസ്ഥന്മാരൊക്കെ ഉണ്ട്, അമുസ്ലിം ഉദ്യോഗസ്ഥരും മുസ്ലിം ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ട്, സംഘടനാ പ്രതിനിധികളുണ്ട്, എല്ലാ മതസംഘടനയുടെയും തലപ്പത്തുള്ള ആളുകളുണ്ട്. യോഗം ഇതുപോലത്തെ അടച്ചിട്ടൊരു ഹാളിൽ ആരംഭിച്ചു. തുടക്കത്തിൽ ഈ ചർച്ച ഒരാൾ വഴിതിരിച്ചുവിട്ടു. വിദയി പ്രസ്ഥാനത്തിന്റെ ഒരു നേതാവ്, ആളെ ഞാൻ പറയുന്നില്ല, ആളെ പറഞ്ഞ ഒരാളെ മാനം കെടുക്കലല്ലോ നമ്മുടെ ലക്ഷ്യം. അയാൾ എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഈ ചർച്ചക്കൊക്കെ കാരണം ഈ പൗരോഹിത്യമാണ്. ഈ നിക്കാഹ് എന്ന് പറയുന്ന സംഗതി ചൊല്ലിക്കൊടുക്കേണ്ട ആവശ്യം എന്താ? നിക്കാഹ് ചൊല്ലിക്കൊടുക്കാൻ മുസ്ലിയാർ പോയിട്ടല്ലേ? അതിന്റെ ആവശ്യമില്ലല്ലോ. അത് വരന് നേരെ വലിയ കെട്ടിച്ചു കൊടുത്താൽ മതി, നമ്മളിൽ ഇടപെടണ്ട. പ്രായം തികഞ്ഞില്ലെങ്കിൽ വലിയായിട്ടായിക്കോട്ടെ. നമ്മളെന്തിനാ കാദിമാർ വെറുതെ കേസ് ചുമക്കാൻ പോകുന്നത്? കാദിമാർ ഇതിൽ വെറുതെ ഇടപെടേണ്ട കാര്യമില്ല. അപ്പൊ ഹിന്ദു ഉദ്യോഗസ്ഥന്മാരൊക്കെ മനസ്സിലാക്കി എന്താ വെച്ചാൽ ഇതാണ് ശരിയെന്ന് അവർക്ക് തലകുലുക്കി. അപ്പൊ എല്ലാവരും ഈ നിക്കാഹ് ചൊല്ലിക്കൊടുക്കൽ നിർബന്ധമില്ലാത്ത കേസ് എന്തിനാ വെറുതെ കാദിമാർ ഏറ്റെടുക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അത് കാദിമാർ വെറുതെ കാശ് കിട്ടാൻ ചെന്നിട്ട് ഏർപ്പാടെന്നുള്ള രീതിയിലാണ് ഇയാൾ വരുത്തി തീർത്തത്. അതൊരു വല്ലാത്തൊരു മോശമായി പോയി. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ചർച്ച ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ചെറുശ്ശേരി ഉസ്താദ് എഴുന്നേറ്റ് വളരെ മനോഹരമായിട്ട് അദ്ദേഹത്തിന്റെ ഫലിത ശൈലിയിൽ വളരെ മനോഹരമായിട്ട് പറഞ്ഞു, ഒരാൾ ഇവിടെ പറഞ്ഞത് നിക്കാഹ് ചൊല്ലിക്കൊടുക്കണ്ട എന്നാണ്. ചൊല്ലിക്കൊടുക്കണോ വേണ്ടേ എന്നുള്ളത് വിഷയത്തിന്റെ ഗൗരവത്തിനനുസരിച്ചാ തീരുമാനിക്കുക. നിക്കാഹ് ഒരു വലിയ സംഗതിയാണ്. പാരമ്പര്യമായി ചൊല്ലിക്കൊടുക്കൽ വരാൻ കാരണം അതിന് സാക്ഷിയൊക്കെ വേണം. അത് ചൊല്ലിക്കൊടുക്കുമ്പോഴേ അതിനൊരു ഗൗരവമുള്ളൂ. അതങ്ങനെ കുട്ടികളി പോലെ ചെയ്യാൻ പറ്റൂല. ഇത്രയും പറഞ്ഞിട്ട് അദ്ദേഹം ചിരിച്ചുകൊണ്ട് 2 മന്ത്രിമാരങ്ങനെ ചൂണ്ടി. മുനീർ അപ്പുറത്തുണ്ട്, കുഞ്ഞാലി സാഹിബ് പുറത്തുണ്ട്. ഇത് 2 മന്ത്രിമാരാ. ഇവർ രണ്ടാളും ഇവിടെ സത്യപ്രതിജ്ഞ ചെയ്ത മന്ത്രിയായപ്പോ സത്യവാചകം ചൊല്ലിക്കൊടുത്തിട്ട് അവർക്ക് എന്താ ചെല്ലാൻ അറിയില്ലേ? നോക്കി എഴുതാനും വായിക്കാനും അറിയാതെ മന്ത്രിയാവുന്നവരവര് എന്ന് ചോദിച്ചു. എല്ലാവരും ചിരിച്ചു. അതങ്ങ് എല്ലാവർക്കും ബോധ്യമായി. കാരണം മന്ത്രിയാവുക എന്ന് പറഞ്ഞാൽ, MLA ആവുക എന്ന് പറഞ്ഞാൽ വലിയ വിഷയമാണ്. അവർക്ക് വായിക്കാൻ അറിയാത്തതുകൊണ്ടല്ല അത് ചൊല്ലിക്കൊടുക്കുന്നത്. അത് വിഷയത്തിന്റെ ഗൗരവം കൊണ്ടാണ്. ആ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ടാണ് നിക്കാഹിൽ നമ്മൾ ചൊല്ലിക്കൊടുക്കുന്നത് എന്ന് പറഞ്ഞപ്പോ നേരത്തെയുള്ള ചർച്ച അപ്രസക്തമായി. ആ ചർച്ച ഒന്നുമല്ലാതായി പോയി. ആ നർമ്മം കലർന്ന ഭാഷയിൽ മനോഹരമായ ആ അവതരണം സദസ്സിനെ പിടിച്ചു കുലുക്കി. സത്യത്തില് ഉദ്യോഗസ്ഥന്മാർ ചെന്ന് ചോദിച്ചു, ഇയാളെ ബുദ്ധി അപാരമാണല്ലോ. അങ്ങനെ അവർ പറഞ്ഞു, ആ വേഷത്തിന്റെയും അദ്ദേഹത്തിന്റെ വേഷഭൂഷാദിന്റെയും മാതിരി ഒന്നല്ല അദ്ദേഹത്തിന്റെ ബുദ്ധി. അതാ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ ബുദ്ധിയൊക്കെ എന്തുകൊണ്ട് വരുന്നു? ആ ബദാഹത്തിലൊക്കെ വരാൻ കാരണം നിൽക്കേണ്ട സ്ഥലം നന്നായാൽ പറയേണ്ട സ്ഥലത്ത് തോന്നും. അതാ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ബഹുഭാരിത്വത്തിന്റെ വിഷയം വന്നപ്പോ മറ്റേ ആള് ചാനലിൽ ആകെ വാക്ക് പഴിച്ചു പോയല്ലോ. 2 വിവാഹം കഴിക്കുന്നതിന്റെ ആവശ്യം തെറ്റി പറഞ്ഞിട്ട് ആകെപ്പാടെ ഇരപ്പാക്കിയില്ലേ. എന്താ കാരണം? അറിയാത്തോണ്ടല്ല. അതങ്ങനെ വരുള്ളൂ. ഈ ഗുരുത്വം എന്ന് പറയുന്നൊരു സംഗതി ഉണ്ട്. അത് വാങ്ങിക്കാൻ കിട്ടുന്നതല്ല. അത് ഗുരുനാഥന്മാരെ മുഖത്ത് നിന്ന് ഇൽമ പഠിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഗുണമാണ്. അള്ളാഹു ആ ഗുരുത്വം നമുക്കൊക്കെ പ്രദാനം ചെയ്യുമാറാവട്ടെ. അതാണ് ചെറുശ്ശേരി ഉസ്താദിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഞാൻ അവസാനിപ്പിക്കാൻ പോവാ, കാരണം സുന്നി സംഘത്തിന്റെ മീറ്റിംഗ് നടക്കുന്നുണ്ട്. വിശാലമായി അദ്ദേഹത്തെ കുറിച്ച് മണിക്കൂറുകളോളം പറയാണ്ട്. മഞ്ചേരിയിൽ സംഘടിപ്പിച്ച പരിപാടി ഞാൻ പ്രസംഗിച്ചിരുന്നു. അത് കാസറ്റായി പുറത്തു വരുന്നുണ്ട്. ഇരിക്കട്ടെ, ഞാൻ ഈ വിഷയത്തിലേക്ക് തിരിച്ചു വരിക. അദ്ദേഹത്തിന്റെ അവസാന രംഗം പോലും നിങ്ങൾ നോക്ക്. ദാറുഹുദായിൽ അദ്ദേഹം ക്ലാസ് എടുക്കാറുള്ളത് 10ാം ക്ലാസ്സിലും അത് 11ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലുമാണ്. 11ാം ക്ലാസ്സിൽ അഥവാ ലാസ്റ്റ് 2 ഇയർ 11ാം ക്ലാസ്സിൽ അദ്ദേഹത്തിന്റെ ക്ലാസ് മഹല്ലിയും 12ാം ക്ലാസ്സിൽ തുഫയുമാണ്. ഈ 2 വിഷയമാണ് അദ്ദേഹം ക്ലാസ് എടുക്കാറുള്ളത്. കർമ്മശാസ്ത്രപരമായി കുട്ടികൾക്ക് കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ. ഈ കൊല്ലം അദ്ദേഹത്തിന്റെ ടൈം ടേബിൾ ഇട്ടപ്പോ ഇതുവരെ ഉള്ളതിൽ നിന്ന് വ്യത്യസ്തമായി ടൈം ടേബിൾ കൊണ്ട് ചെന്നപ്പോ അദ്ദേഹം ചോദിച്ചു, പത്രേ ദാറുഹുദയിലെ പ്രധാനപ്പെട്ട നേതാക്കൾ പറയുന്നു, എനിക്കെന്താ ക്ലാസ്? ഇതുവരെ ചോദിച്ചിട്ടില്ല.
അപ്പൊ അവർ പറഞ്ഞു ഉള്ള പോലെ തന്നെ 11ാം ക്ലാസ്സിൽ മഹല്ലുണ്ട്, 12ാം ക്ലാസ്സിൽ തോയ്ഫയുണ്ട്. അപ്പൊ ഉസ്താദ് പറഞ്ഞു ആ 11ാം ക്ലാസ്സിലെ മഹല്യാണ് മാറ്റിയിട്ട് അവിടെ ഒരു ഹദീസിന്റെ കിതാബ് വെച്ചാൽ മതി എന്ന്. അപ്പൊ സഹപ്രവർത്തന അധ്യാപകർ വന്നിട്ട് പറഞ്ഞു ഉസ്താദ് ശരിയാവൂലല്ലോ, ഇവിടുന്ന് പിരിഞ്ഞു പോകുന്ന കുട്ടികളുടെ ലാസ്റ്റ് കൊല്ലമാണ് 11ഉം 12ഉം, ഫൈനൽ വിദ്യാർത്ഥികളാണ്. ഫൈനൽ വിദ്യാർത്ഥികൾ എന്ന രീതിയിൽ അവർക്ക് ഈ ഫിഖിന്റെ കിതാബില് വഖഫിന്റെ അതുപോലെ തന്നെ തൊലാഖിന്റെ നിക്കാഹിന്റെ ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട ചില കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കാനുള്ളത് അത് ഉസ്താദിന്റെ വായിൽ നിന്ന് തന്നെ കേൾക്കണം, എങ്കിലും സംശയം തീർത്ത് അവർക്ക് ശരിക്കും സമൂഹത്തിന് മുന്നിൽ നിൽക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഉസ്താദ് പറഞ്ഞു എന്തൊക്കെയാണെങ്കിലും ശരി ഹദീസിന്റെ കിതാബ് ഒന്ന് വെക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു ഉസ്താദ് അത് ബുദ്ധിമുട്ടാണല്ലോ. അപ്പൊ ഉസ്താദ് പറഞ്ഞു അത്രേ, അവസാന കാലത്ത് ഹദീസിന്റെ കിതാബുമായി തഅല്ലുക്ക് വേണമെന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. അവൾ എന്തൊക്കെ പറഞ്ഞാലും എനിക്കൊരു ഹദീസിന്റെ കിതാബ് മതി, മുസ്ലിം വെക്കാൻ പറഞ്ഞു. അങ്ങനെ സ്വഹീഹ് മുസ്ലിം വെക്കാൻ പറഞ്ഞു. മഹല്ലി മാറ്റി സ്വഹീഹ് മുസ്ലിം ദർസെടുത്താൻ തുടങ്ങി. ആ സ്വഹീഹ് മുസ്ലിം അപ്പൊ ആ പറഞ്ഞ വാക്ക് നോക്ക് അവസാന കാലത്ത് എന്നാ പറഞ്ഞത്, അങ്ങനെ തന്നെ പറഞ്ഞത്. അപ്പൊ ഈ കൊല്ലം അവസാന കാലമാണെന്ന് എങ്ങനെ അറിഞ്ഞത്? വലിയ വലിയ മഹാന്മാർക്ക് മരണത്തിന്റെ വിളിയാളം കേൾക്കും. ആ വിളിയാളമാണ് നമ്മളവിടെ കണ്ടത്. ഞാൻ എന്റെ പ്രസംഗത്തിൽ പലപ്പോഴും പറയാറുണ്ട്, നമ്മുടെ പഴയ നേതാക്കളുടെ ചരിത്രം ഉദ്ധരിച്ചുകൊണ്ട് ഓരോരുത്തർക്കും മരണം വിളിപ്പാടകലെത്തിയത് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്റെ ലക്ഷണമാണ്. നിർബന്ധിച്ച് സ്വഹീഹ് മുസ്ലിം വാങ്ങി. ആ സ്വഹീഹ് മുസ്ലിമിൽ കിതാബുൽ ഈമാനിൽ അംറുല്ലാസി തങ്ങളെ തൊട്ടുദ്ധരിച്ച ഹദീസ് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അത് പൂർത്തിയാക്കിയിട്ടാണ് അദ്ദേഹം റൂമിലേക്ക് പോയത്. ആ റൂമിൽ വിശ്രമിക്കുമ്പോഴാണ് തിരുരങ്ങാടി നാള് വന്നത് തൊലാഖിന്റെ വിഷയം ചർച്ചയായി. ആ ചർച്ച ചെയ്തതിനു ശേഷം അദ്ദേഹത്തിന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ താളം തെറ്റി, ഞരമ്പ് പൊട്ടിയിട്ട് ബ്രെയിനിലേക്കുള്ള ഞരമ്പിന് ബ്രേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിന് താളം തെറ്റി. അങ്ങനെയാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പൊ അവസാന നിമിഷം വരെ ഫത്വ കൊടുക്കുന്ന ദർസ് നടത്തുന്ന തിരക്കിലാണ്. നോക്ക് നിങ്ങൾ, ഒരു മനുഷ്യന്റെ ഭാഗ്യം മാത്രമല്ല, ആശുപത്രിയിലേക്ക് പോകുന്ന സമയത്ത് കാറിലുണ്ടായിരുന്ന ആളുകൾ പറയുന്നു അദ്ദേഹത്തെ കൊണ്ടുപോകുമ്പോൾ ഫാത്തിഹ സൂറത്തും ലാ ഇലാഹ ഇല്ലല്ലയും തഹ്ലീലും ഫാത്തിഹയും, വേറെ സംസാരമില്ല. ഒരുപാട് ഫാത്തിഹ സൂറത്തുകൾ കൊണ്ടോട്ടിത്തും വരെ അദ്ദേഹം ഓതിയത്രേ. ഫാത്തിഹ സൂറത്ത് ഇങ്ങനെ ഓതുക ഒരു അബോധാവസ്ഥയിൽ, അർദ്ധബോധാവസ്ഥ. ഫാത്തിഹ സൂറത്ത് ഇങ്ങനെ ഓതുക, ലാ ഇലാഹ ഇല്ലല്ലാഹ് അങ്ങനെ ചെല്ലുക. കൊണ്ടോട്ടി എന്ന് പറഞ്ഞു അത് കുറച്ച് സീരിയസ് ആണ്. നേരെ കോഴിക്കോട്ടേക്ക് വിട്ടു. ബേബി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അദ്ദേഹം നിശ്ചേഷ്ടനായി കിടക്കാണ്, ബോധമില്ലാതെ. അദ്ദേഹത്തിന് ബോധം തെളിഞ്ഞു വന്നപ്പോ കൈ ഇങ്ങനെ ചലിപ്പിച്ചപ്പോ എന്തോ ആവശ്യപ്പെടാം. വെള്ളം കൊടുത്തു നോക്കി, പലതും കൊടുത്തു, പല സാധനങ്ങളും കൈ കൊടുത്തു, ഒന്നുമില്ല. തസ്ബീഹ് മാല കൊടുത്തപ്പോ അതിങ്ങനെ മുറുക്കി പിടിച്ചു. അതിന് മുമ്പ് കൊടുത്ത് ഒന്നും സ്വീകരിച്ചില്ല. തസ്ബീഹ് മാല മുറുക്കി പിടിച്ച് അതിങ്ങനെ മറക്കാൻ തുടങ്ങി. അപ്പൊ ആ മനുഷ്യന്റെ പ്രവർത്തനം നോക്ക് നിങ്ങൾ, അദ്ദേഹത്തിന്റെ അന്ത്യനിമിഷങ്ങൾ നോക്ക് നിങ്ങൾ. ഈ മരിക്കുന്നതിന്റെ കുറച്ചു മുമ്പ് ഈ കൊല്ലം അദ്ദേഹം ചെയ്ത പണി, എന്നും വരുമ്പോൾ വീട്ടിൽ നിന്ന് ഓരോ കിതാബ് കൊണ്ടുവരും. പ്രധാനപ്പെട്ട 1-2 കിതാബ്, ചിലപ്പോൾ 3, 4, 5 എണ്ണം കൂട്ടിങ്ങനെ കൊണ്ടുവരും. ഈ കിതാബൊക്കെ ദാറുഹുദയിൽ വെച്ചു. അവസാനം വീട്ടിലുള്ള എല്ലാ കിതാബും ദാറുഹുദയിൽ എത്തിച്ചു. അവിടുത്തെ ഭാരവാഹികളോട് പറഞ്ഞു ഇതെന്റെ വഖഫാണ്, ഇതിന് പിൻഗാമി എനിക്കില്ല, അതുകൊണ്ട് ഈ കിതാബ് മുഴുവൻ ദാറുഹുദക്ക് വഖഫായിരിക്കട്ടെ. വേണമെങ്കിൽ ഒരു വാഹനം കൊടുത്തയച്ചാൽ ദാറുഹുദയ്ക്ക് അതെല്ലാം ഒരൊറ്റ വണ്ടിക്കടിക്കാനേ ഉള്ളൂ. പക്ഷെ ദിവസങ്ങളായി രാവിലെ വരുമ്പോ കാറിലിങ്ങനെ ഓരോന്നും തന്റെ കൈ കൊണ്ട് കൊണ്ടുവന്ന് വഖഫ് ചെയ്യാം. തന്റെ മരണത്തിന് മുമ്പ് മുഴുവൻ കിതാബും വീട്ടിൽ നിന്ന് കാലിയാക്കി അദ്ദേഹം കൊണ്ടുവന്ന് ദാറുഹുദ കൊടുത്തു. ദാറുഹുദയെ അദ്ദേഹം സ്നേഹിച്ചു, താൻ പഠിപ്പിച്ച കുട്ടികളെ. ബൈപ്പാസ് സർജറി ചെയ്ത് മദ്രാസിൽ കിടക്കുമ്പോൾ അദ്ദേഹം ബൈപ്പാസിന് വിധേയമാകാൻ പോകുന്നതിന് മുമ്പ് തന്റെ മക്കളെയും മരുമകനെയും വിളിച്ചിട്ട് പറഞ്ഞു, അഥവാ ഞാൻ മരിച്ചാൽ എന്റെ മയ്യത്ത് ബാപ്പുട്ടി ഹാജിയുടെ സമീപത്ത് ദാറുഹുദയിൽ വെക്കണം. അവിടെ എന്റെ കുട്ടികളുണ്ട്, എനിക്ക് ദുആ ചെയ്യാൻ. ആ കുട്ടികളുടെ ദുആ എനിക്ക് എപ്പോഴും കിട്ടും. അദ്ദേഹം വസിയത്ത് ചെയ്തു. നോക്കണം, അല്ലാഹു അവിടുന്ന് രക്ഷപ്പെടുത്തി. പിന്നെയും ഈ ഉമ്മത്തിന് സേവനം ചെയ്തു. ആ സേവനത്തിന്റെ വീതിയിൽ അവസാന നിമിഷം വരെ ധീരോദാത്തമായ ഒരു പോരാളിയെ പോലെ ഈ ഉമ്മത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് അദ്ദേഹം സമൂഹത്തിൽ നിന്ന് കടന്നുപോയി. അതിന്റെ ജീവിതം, പ്രവർത്തനം, അതൊക്കെ നമുക്ക് മാതൃകയാണ്. ഒരു വലിയ പ്രസ്ഥാനത്തിന് അദ്ദേഹം ചെയ്ത ഖിദ്മത്തിന്റെ ഫലമാണ് വാർത്ത കേട്ട ഉടൻ ദാറുഹുദ ജനനിബിഡമായി. കൊണ്ടോട്ടിപ്പള്ളിയിൽ കാലുകുത്താൻ സ്ഥലം കിട്ടിയില്ല. മയ്യത്ത് വെച്ചിട്ട് മുഴുവൻ ആളുകൾക്കും കൊണ്ടോട്ടിന്ന് കാണാൻ പറ്റിയില്ല. നോക്കണം നിങ്ങൾ, ഇത്ര വലിയൊരു അഗാധമായ സ്നേഹം ഈ ഉമ്മത്തിന്റെ കൽബിൽ എന്തുകൊണ്ടുണ്ടായി? അത് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയൊരു മകുടമായ ഉദാഹരണമാണ്. CM വലിയുള്ളാഹിയുടെ അടുത്ത് പോയിട്ടാണ് അദ്ദേഹം വീടുണ്ടാക്കാൻ വേണ്ടി ഒരു അഭിപ്രായം ചോദിച്ചതെന്ന് പറയുന്നുണ്ട്. അപ്പൊ CM പറഞ്ഞത്രേ വലിയ വീടുണ്ടായിക്കോളീൻ, ഒരുപാട് ആള് വരുന്നല്ലേ ഫത്വ ചോദിക്കാനും മറ്റുമൊക്കെ, വലിയ വീടുണ്ടാക്കാൻ പറഞ്ഞു. പിന്നെ കൊണ്ടോട്ടിക്കാരോ CMന്റെ അടുത്ത് ചെന്നപ്പോ CM പറഞ്ഞു അത്രേ, ഇത് ഞാൻ കേട്ടിട്ടുണ്ട് കൊണ്ടോട്ടിക്കാരായ പല കാരണവന്മാരുടെ കയ്യിൽ നിന്നും. ഈ മരണ ദിവസം അവിടെ ഇങ്ങനെ കൂടിയപ്പോ പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. CM പറഞ്ഞത്രേ ചെറുശ്ശേരിന്റെ വീട് പണി തുടങ്ങിയോന്ന് ചോദിച്ചത്രേ. അപ്പൊ അവർ തുടങ്ങിയ ഇവരൊക്കെ പറഞ്ഞു. അപ്പൊ അവരോട് പറഞ്ഞു അത്രേ, 100 കൊല്ലമായിട്ട് സുബഹി കലാ ആകാത്തൊരു തറവാടാണ് ചെറുശ്ശേരിയുടെ തറവാട്. ആ തറവാട് പ്രധാനപ്പെട്ട തറവാടാണ്. ആ വലിയ പണ്ഡിത തറവാട്ടിൽ ജനിച്ച വലിയൊരു മഹാനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ തണൽ ഈ ഉമ്മത്തിന് വല്ലാതെ ഉപകരിച്ചു. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും അദ്ദേഹം ഈ സമൂഹത്തിന്റെ മുമ്പിലുണ്ടായി. ഒരു ചർച്ചയിൽ അദ്ദേഹം തന്റെ അഭിപ്രായം തുറന്നു പറയും. അത് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. എല്ലാം കേട്ടിരുന്നിട്ട് ധിഷണയോടുകൂടി അദ്ദേഹം പ്രകടിപ്പിക്കുന്ന അഭിപ്രായം അത് ആർക്കും വളരെ പ്രധാനമാണ്. അദ്ദേഹത്തിന്റെ പ്രസംഗം, പ്രവർത്തനം, അതൊക്കെ നമുക്ക് വലിയ പാഠവുമാണ്.
ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ കാറിൽ സഞ്ചരിച്ചിട്ടുണ്ട്, ട്രെയിനിൽ സഞ്ചരിച്ചിട്ടുണ്ട്, തൃക്കരിപ്പൂര് കാസർഗോഡ് ഭാഗത്തൊക്കെ കൂടെ കിടന്നുറങ്ങിയിട്ടുണ്ട്. അപ്പോഴൊക്കെ അദ്ദേഹത്തിന്റെ ജീവിതം കണ്ടു. പ്രഭാതത്തിൽ എഴുന്നേറ്റാൽ ഒരുപാട് സമയം സ്വലാത്ത് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരിക്കും. ചോദിച്ച മസ്അല കൃത്യമായി കിതാബ് സഹിതം പറഞ്ഞു, കൃത്യമായി ഫോണിൽ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക. ഒരു കയ്യിൽ സലാത്തിന്റെ ഏടിങ്ങനെ മടക്കി പിടിച്ചിട്ട് ചൊല്ലുന്നതിനിടയിലാണ്. തർക്കമൊന്നുമില്ല, വേറൊന്നും നോക്കണ്ട, കുറിപ്പ് നോക്കണ്ട. പ്രസംഗിക്കാൻ വരുമ്പോൾ അദ്ദേഹം നല്ലൊരു കുറിപ്പുണ്ടാക്കും, ഒരു പഠനക്കുറിപ്പ് ക്ലാസ് പോലെ. ആർക്കും അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ എന്തെങ്കിലും ഒന്ന് കിട്ടും പഠിക്കാൻ. എന്തെങ്കിലും ഒരു പുതിയ വിവരം കിട്ടാത്തൊരു പ്രസംഗം അദ്ദേഹത്തിന് ഉണ്ടാവില്ല. അതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അത്രയും വലിയൊരു മഹാൻ. അള്ളാഹു ആ മഹാന്റെ ഖബർ വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, കാരണം SYSന്റെ യോഗം ജമിയത്തുൽ മുഅല്ലിമീൻ ഇത് സംഘടിപ്പിച്ചത് ഞാൻ അവരെ അഭിനന്ദിക്കുന്നു. ക്രിയാത്മക പ്രവർത്തനങ്ങളുമായി നമ്മുടെ ഉമ്മത്തിന്റെ കാവൽഭടന്മാരായി നിൽക്കുന്ന മതപ്രബോധന രംഗത്ത് ഏറ്റവും വലിയ ശക്തിയായ നിങ്ങൾ തന്നെയാണ് മഹാനായ ഉസ്താദിന്റെ അനുസ്മരണം നടത്താൻ ഏറ്റവും യോഗ്യർ. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വ അല്ലമ. അതുകൊണ്ട് നമ്മൾ ഇവിടെ നടത്തിയ മൗലിദും മറ്റു കാര്യങ്ങളൊക്കെ സ്വീകരിച്ചുകൊണ്ട് പരലോകത്ത് നമ്മുടെ ഉസ്താദിന്റെ ദറജ അള്ളാഹു വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിച്ചുകൊണ്ട് അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.